നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ഇപ്പോൾ എന്താ പറയുക, മമ്മൂക്ക അഭിനയിച്ച പ്രമേഹം അടക്കം, പിന്നെ പ്രേമലു അടക്കം, അന്വേഷിപ്പിൻ കണ്ടെത്തി അടക്കം തിയേറ്ററിൽ വീണ്ടും പ്രേക്ഷകർ കയറി തുടങ്ങി. ഞാൻ ഈ പ്രമേഹം കാണാനായിട്ട് കൈരളി തിയേറ്ററിൽ, KSFDCയുടെ കൈരളി തിയേറ്ററിലെ നിളയിൽ കാണാനായിട്ട് പോകുമ്പോൾ ഒരു ഉത്സവ പറമ്പ് പോലെ കൈരളിയുടെയും നിളയുടെയും ശ്രീയിലെയും സിനിമകൾ കാണാനായിട്ട് ആൾക്കാർ നിൽക്കുന്ന കണ്ടപ്പോൾ, അത് പാതിരാത്രിയാണേ നിൽക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം സിനിമ വീണ്ടും പച്ച പിടിക്കുന്നു. അങ്ങനെ പച്ച പിടിക്കുമ്പോഴാണ് മോൻ ചത്താലും വേണ്ടില്ല, മരുമോളുടെ താലി ഇടണം എന്ന് വിചാരിക്കുന്ന ചില അമ്മായിയമ്മമാരുണ്ട്. അതുപോലെയാണ് സിനിമയിൽ ചില സന്ദർഭങ്ങളിൽ കാണിക്കുന്ന വിവരക്കേടെന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. ഇപ്പോൾ ഇത് ചിത്രീകരിക്കുന്നത് തിങ്കളാഴ്ചയാണ്. ബുധനാഴ്ച മുതൽ കേരളത്തിൽ ഒരു തിയേറ്ററിലും മലയാള സിനിമ പ്രദർശിപ്പിക്കില്ല എന്നാണ് ഫിയോക്ക് എന്ന് പറഞ്ഞ ചില നേരത്തെ ഈ ദിലീപിനോടും ആന്റണി പെരുമ്പാവൂരിനോടൊക്കെ എനിക്ക് ദേഷ്യം തോന്നും. കാരണം പുതിയ തിയേറ്റർ വരാൻ അനുവദിക്കുന്നില്ല, പ്രൊഡ്യൂസറുടെയും വിതരണക്കാരൻ്റെയും ഷെയർ വിഹിതം കൃത്യമായി തരുന്നില്ല, തോന്നുമ്പോൾ തിയേറ്ററുകൾ അടച്ചിട്ട് നിരന്തരമായി സമരങ്ങൾ നടത്തുന്നു, ഏകാധിപതിയെ പോലെ ഒറ്റയാൻ തീരുമാനങ്ങൾ എടുക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് മലയാള സിനിമ എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ്റെ നേതാവായ നിർമ്മാതാവ് കൂടിയായ ലിബർട്ടി ബഷീറിനെതിരെ ആരോപണങ്ങൾ ഉയർത്തിയത്. അന്ന് ഞാനും ലിബർട്ടി ബഷീറിനെതിരെ സംസാരിച്ച ആളാണ്. തിയേറ്റർ ഉടമകളുടെ പ്രതിസന്ധി സർക്കാരിന് കത്തെഴുതി കേരള ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ കേരളത്തിലെ തിയേറ്ററുകൾ ഡിസംബർ വരെ തുറക്കില്ല എന്നൊക്കെ അന്ന് ലിബർട്ടി ബഷീർ കത്തെഴുതിയിരുന്നു. അവിടെ നിന്നാണ് എന്താ പറയുക, ഒരു പുതിയ തിയേറ്റർ സംഘടന ഉണ്ടാകുന്നത്, ഫിയോക്ക്. ആന്റണി പെരുമ്പാവൂരും ദിലീപും കൂടി ചേർന്ന് മുൻകൈയെടുത്തു. ഫിയോക്ക് പെട്ടെന്ന് വളർന്നു. ഫിയോക്ക് ഉണ്ടാക്കിയപ്പോൾ ആന്റണി പെരുമ്പാവൂരും ദിലീപും പറഞ്ഞത്, സിനിമ നമ്മുടെ അന്നമാണ്, സിനിമയെ തകർത്തുകൊണ്ട് അല്ലെങ്കിൽ സിനിമയെ നിരോധിച്ചുകൊണ്ട് സിനിമാ പ്രദർശനം നിർത്തിക്കൊണ്ട് ഒരു സമരത്തിന് ഫിയോക്ക് എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാവില്ല. അങ്ങനെ നിരന്തരമായി സമരം നടത്തുന്നതുകൊണ്ടാണ് ലിബർട്ടി ബഷീറിനെ ഞങ്ങൾ വീട്ടിലിരുത്തിയിട്ട് ഞങ്ങൾ സംഘടന തുടങ്ങിയത് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഫിയോക്ക് തന്നെ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കില്ല എന്ന് തീരുമാനിക്കുന്നു. എന്നാത്താൻ കേസോട് എന്ന് പറഞ്ഞ എന്താ പറയുക, കുഞ്ചാക്കോ ബോബൻ്റെ പടം OTTയിൽ കൊടുത്തപ്പോൾ തിയേറ്ററുകളിലും പ്രദർശിപ്പിച്ചതിനെതിരെ ഫിയോക്ക് നിലപാടെടുത്തപ്പോൾ ഞാൻ കളിക്കുമെന്ന് തീരുമാനിച്ച ആളാണ് ലിബർട്ടി ബഷീർ. അദ്ദേഹം കളിച്ചു. നിങ്ങളങ്ങനെ OTT കൊടുത്താൽ തിയേറ്ററിൽ ആൾ വരില്ല എന്ന് പറഞ്ഞാൽ ചുമ്മയാണ്, എൻ്റെ തിയേറ്ററിൽ എന്തായാലും ആൾ വരുന്നുണ്ട്, ഞാൻ കളിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹം കളിച്ചു. എനിക്കിവിടെയൊക്കെയാണ് സജി ചെറിയാൻ എന്ന് പറഞ്ഞ സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ വഴക്ക് പറയേണ്ടി വരുന്നത്. ഞാനിപ്പോൾ വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാനൊന്നുമില്ല. എങ്കിൽ പോലും സജി ചെറിയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായപ്പോഴാണ് AK ബാലൻ എന്ന് പറഞ്ഞ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ വില ഞാൻ അറിഞ്ഞത് സത്യത്തിൽ. അതുപോലെ തന്നെ നമ്മുടെ K സുധാകരനും K സുരേന്ദ്രനും അവരവരുടെ പാർട്ടികളുടെ സംസ്ഥാന പ്രസിഡൻറ്റുമാരായപ്പോഴാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെയും ശ്രീധരൻപിള്ളയുടെയൊക്കെ വില ഞാൻ അറിഞ്ഞത്. പറയുമ്പോൾ ഒന്നും വിഷമം തോന്നരുത്. ആ ഗരിമ തീർച്ചയായിട്ടും ശ്രീധരൻപിള്ളയ്ക്കും മുല്ലപ്പള്ളി രാമചന്ദ്രനൊക്കെ ഉണ്ടായിരുന്നു. എന്ന് പറയുന്നത് പോലെ മലയാള സിനിമാ പ്രദർശനം തടഞ്ഞുകൊണ്ട് ഒരു സംഘടന എന്താ പറയുക തീരുമാനമെടുക്കുന്നു എന്ന് പറയുമ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇടപെടണ്ടേ? തമിഴ്നാട്ടിലായിട്ടായിരുന്നെങ്കിൽ യോമാർ വിവരം അറിഞ്ഞനെ. ഈ ഫിയോക്ക് എന്ന് പറഞ്ഞ യോമാർ വെളിയിറങ്ങാൻ പറ്റില്ല, വീട്ടിൽ നിന്ന് വെളിയിറങ്ങാക്കൂലായിരുന്നു. തമിഴ്നാട്ടിൽ ചെന്നിട്ട് തമിഴ് സിനിമ കാണിക്കില്ല, ബാക്കി എല്ലാ ഭാഷയിലും സിനിമ കാണിക്കുമെന്ന് പറഞ്ഞാൽ തമിഴ് സമ്മതിക്കുമോ? ഇവിടെ പിന്നെ മലയാളിക്ക് എല്ലാത്തിനും അവന്മാർ പുല്ല് എന്തോ ചെയ്യട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ വിജയകുമാറിൻ്റെ അഞ്ചലിലെ തിയേറ്റർ അടക്കം ഒരെണ്ണം കാണില്ല കേരളത്തിൽ. മലയാളി വിചാരിച്ചപ്പോരെ എവൻ്റെ തിയേറ്റർ ഇനി കയറില്ല എന്ന് തീരുമാനിച്ചപ്പോരെ. മലയാള സിനിമ കാണിക്കില്ല അത്രേ. ഞാൻ കേൾക്കട്ടെ, തമിഴും തെലുങ്കും കന്നഡയും ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ കാണിക്കുന്ന വിതരണക്കാർ മലയാളത്തിൻ്റെ ഫിലിം ചേംബറിൻ്റെ അംഗങ്ങളല്ലേ? അവർ പടം കൊടുത്താൽ തന്നെയല്ലോ അവനൊക്കെ തിയേറ്ററിൽ കാണിക്കുള്ളൂ. അഹങ്കാരം
എന്താ പറയുക, ഒരു സംഘടനയുടെ തലപ്പത്ത് ദിലീപും ആന്റണി പെരുമ്പാവൂർ വിട്ടെറിഞ്ഞ് പോയപ്പോൾ ഒരു സംഘടനയുടെ തലപ്പത്തെത്തി എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കരുത് വിജയകുമാറെ. നിങ്ങളുടെ യോഗത്തിൽ നിന്ന് തന്നെ എന്താ പറയുക, തലയോലപ്പറമ്പിലെ ബോബിച്ചൻ എന്ന് പറഞ്ഞ ആളടക്കം പഴയകാല സിനിമാ തിയേറ്റർ ഉടമ അടക്കം ഇറങ്ങിപ്പോയി എന്ന് ഞാൻ കേട്ടു. നിങ്ങളിങ്ങനെ അഹങ്കരിക്കരുത്. എനിക്കിപ്പോൾ തോന്നുന്നു ലിബർട്ടി ബഷീറിനെ നമ്മൾ വെട്ടി നിരത്താൻ പാടില്ലായിരുന്നു. അത് പലരെയും എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്, പലരെയും വെട്ടി നിരത്താൻ പാടില്ലായിരുന്നു. കാരണം അതിന് ശേഷം വരുന്നവന്മാർ കാണിക്കുന്ന ഏകാധിപത്യം സ്വഭാവവും എന്തെല്ലാം നെറികേടുകൾ കാണിക്കാമോ, നന്ദികേട് കാണിക്കാമോ എല്ലാം കാണിക്കുന്നത് കാണുമ്പോൾ ചിലരെ നമ്മൾ വെട്ടിയിരുത്തിയത് ശരിയായില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒന്നുമില്ലെങ്കിൽ ആ വെട്ടി നിരത്തിയവന്മാരോട് നമ്മൾ പറഞ്ഞാലൊക്കെ മനസ്സിലാവുമായിരുന്നു. ഇപ്പോൾ ആട്ടും തൊലിട്ട ചെന്നായി എന്ന് പറയും പോലെ ബൗദ്ധികമായൊക്കെ സംസാരിച്ച് പറ്റിക്കുക, ഇവർക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചാൽ മാനനഷ്ട കേസ് കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ കേരളത്തിൽ സിനിമാക്കാർ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്വയം ദുഃഖിക്കാറുണ്ട്, ഇവൻ്റെ കൂടെയൊക്കെ നടന്ന ഞാൻ എത്ര വിഡ്ഢിയെന്ന്. അതുപോലെയാണ് ഈ പറയുന്ന ഫിയോക്കിൻ്റെ സാരഥികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന, പ്രത്യേകിച്ച് വിജയകുമാർ കാണിക്കുന്ന, ഓരോ ദിവസവും കാണിക്കുന്ന. ഇപ്പോൾ കുഞ്ഞാലി മരക്കാർ OTT കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തൊരു കരച്ചിലായിരുന്നു. ഞങ്ങൾക്ക് തിയേറ്ററിൽ സിനിമ വേണ്ടി, കുഞ്ഞാലി മരക്കാർ തിയേറ്ററിൽ കണ്ടാലല്ലേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് വേണ്ടി എപ്പിസോഡ് ചെയ്ത ആളാണ് ഞാൻ. അത് കണ്ടിട്ട് തന്നെ വിജയകുമാർ വിളിച്ചതാണ്, താങ്കൾ മാത്രമാണ് ഞങ്ങളുടെ കൂടെ നിന്നതെന്ന്. പക്ഷേ ഞാനിപ്പോൾ അതിൽ സത്യത്തിൽ നിരാശനാണ്. കാരണം ആ പടം തിയേറ്ററിൽ വരാതെ OTT കൊടുത്തിരുന്നെങ്കിൽ ആന്റണി പെരുമ്പാവൂരിന് എത്ര കോടി രൂപ കൂടുതൽ കിട്ടിയേനെ. പടം തിയേറ്ററിൽ പൊളിഞ്ഞു പോയില്ലേ. ആ ഒരു നന്ദിയൊക്കെ ഉണ്ടെങ്കിൽ ആന്റണി പെരുമ്പാവൂരൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു സംഘടനയുടെ തലപ്പത്ത് വന്ന ഈ പറയുന്ന മഹാൻ ഇങ്ങനെ മലയാള സിനിമ തിയേറ്ററിൽ കാണിക്കില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ കൂടുതൽ പറയുന്നില്ല, പറഞ്ഞാൽ ഇനി അത് കേസും വഴക്കുമാവും, അതുകൊണ്ട് പറയുന്നില്ല. എവൻ്റെയൊക്കെ തിയേറ്ററിൽ കയറി ഇരുന്നിട്ട് മലയാള സിനിമ കാണിക്കാത്തവന്മാരെ തിയേറ്ററിനെ ചവിട്ടി പൊളിച്ചവന്മാരെന്ത് ചെയ്യും? മലയാളി വിചാരിച്ചാൽ, എടാ മലയാള ഭാഷയിലെ സിനിമ കാണിക്കില്ലെങ്കിൽ നീ സിനിമ കാണിക്കണ്ട, അതിൻ്റെ കല്യാണം വേണ്ട വാക്ക്, അല്ലെങ്കിൽ FCIയുടെ ഗോഡൗൺ ആക്ക്, അല്ലെങ്കിൽ മാളുകളാക്കെന്ന് പറഞ്ഞാൽ പോരെ. എന്ത് ചെയ്യും ഉമ്മാർ? എന്നും പിച്ചക്കറ തന്നെ പറയുള്ളൂ. കറണ്ടിൻ്റെ പൈസ കുറയ്ക്കണം, പെയിൻ്റ് അടിക്കാൻ പൈസ തരണം, വലയടിക്കാൻ പൈസ തരണം. നാണമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സിനിമയിൽ ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കുന്ന ആരാ? ഒരു പടം നന്നായിട്ട് ഓടുന്നൊരു പടത്തിന് ഒരു 30 ലക്ഷം രൂപ ഷെയർ വന്നെന്ന് വെച്ചോളൂ. വിതരണക്കാർക്കും നിർമ്മാതാവിനും കൂടെ ഒരു 30 ലക്ഷം രൂപ ഷെയർ വരുമ്പോൾ 40 ലക്ഷം രൂപ കിട്ടുന്നവനാണ് തിയേറ്ററുകാരൻ. എന്നിട്ട് എന്നും ദാരിദ്ര്യം പറച്ചില്ല. ഞങ്ങൾക്ക് കറണ്ട് ഫ്രീ ആയിട്ട് തരണം, ഇളവ് ചെയ്യണം, വെള്ളം ഫ്രീ ആയിട്ട് തരണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്നും കരച്ചില്ല. എന്ത് ചെയ്യാനെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ദിലീപും ആന്റണി പെരുമ്പാവൂരും ചേർന്നുണ്ടാക്കിയ ഫിയോക്ക് വിജയകുമാർ ഭരിക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് സത്യത്തിൽ ലിബർട്ടി ബഷീറിൻ്റെ മഹത്വം മനസ്സിലാകുന്നതെന്ന് ഞാൻ പറയും. എനിക്ക് തുറന്നു പറയാൻ മടിയൊന്നുമില്ല. നമ്മൾ നേരെ പോയതുകൊണ്ട് ഒരാൾ തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയും, ശരി ചെയ്താൽ ശരിയെന്ന് പറയും. ഇപ്പോൾ എനിക്ക് ഈ ഫിയോക്കിൻ്റെ വിജയകുമാറിൻ്റെ ധാർഷ്ട്യം കാണുമ്പോൾ, അയാളുടെ ഒരു ഭാവവും മട്ടും വർത്തമാനവും കേൾക്കുമ്പോൾ, അത് ചിത്രീകരിക്കാൻ ചില ചൊക്കന്മാർ ചെന്നിരുന്ന് അങ്ങനെ സംഭവിച്ചോ, ഇങ്ങനെ സംഭവിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഇയാളെ പൊക്കി വിടുമ്പോൾ, ഇയാൾ കിടന്ന് ചാടുന്ന ചാട്ടം കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് ലിബർട്ടി ബഷീറിനെ, അയാളുടെ മഹത്വം എനിക്ക് തോന്നുന്നു. ഇപ്പോൾ എന്നെ തല്ലാൻ ഇവിടുത്തെ കേരളത്തിലൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റിന് വോയിസ് മെസ്സേജ് അയച്ച മഹാനാണ് ലിബർട്ടി ബഷീർ. ഞാൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നെങ്കിൽ ദിനേശിനെ ഞാൻ കൈകാര്യം ചെയ്തതിനെന്ന്. അന്ന് ഞാൻ നമ്മുടെ പ്രോഗ്രാമിൽ പറഞ്ഞു, ലിബർട്ടി ബഷീർ ഒരു പുല്ലും എന്നെ ചെയ്യില്ല. അത് പോട്ടെ, അത് വേറെ കഥ. പക്ഷേ എനിക്കിപ്പോൾ വിജയകുമാറിൻ്റെയൊക്കെ ധാർഷ്ട്യം കാണുമ്പോൾ ലിബർട്ടി ബഷീറിൻ്റെ സംഘടനയെ പൊളിക്കരുതായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. 100% ഞാൻ പറയുന്നു, ലിബർട്ടി ബഷീർ ഒരു വെട്ടി നിരത്തലിൻ്റെ ആശാനല്ല. അയാളോട് മാന്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്നൊരു മനുഷ്യനാണ്. അയാളുടെ സംഘടനയെ പൊളിച്ച് ഫിയോക്ക് ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ പറയും. ഇപ്പോൾ തന്നെ ഒരു തിയേറ്റർ വച്ച് വർഷങ്ങളായി കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയവന്മാർ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അതിനെ 3 ആക്കും ഇല്ലേ? ഇപ്പോൾ ഒരു തിയേറ്ററിൽ വലിയ വിശാലമായ 1000 പേരിരിക്കുന്ന തിയേറ്ററിൽ കാണാൻ ആളില്ലല്ലോ. അപ്പോൾ അതിനെ 3 തിയേറ്ററാക്കും. പുതിയതായി ആരും വരണ്ട എന്നാണ് ഇപ്പോൾ ഫിയോക്കിൻ്റെ നേതാക്കന്മാർ പറയുന്നത്. പണ്ട് ലിബർട്ടി ബഷീർ പറഞ്ഞു, സെൻറ്ററിൽ ഞങ്ങൾ ഒരു 10-40 തിയേറ്ററുകളുണ്ട്, ആ തിയേറ്ററുകൾ മാത്രം മതി സെൻറ്ററിൽ, പുതിയ സെൻറ്ററുകൾക്ക് ഞങ്ങൾ അപ്രൂവൽ കൊടുക്കില്ല എന്ന് പറഞ്ഞിരുന്നു. ഇതൊക്കെയാണ് ഫിയോക്ക് ഉണ്ടാവാൻ കാരണം. അതുണ്ടായി കഴിഞ്ഞപ്പം ഫിയോക്കിൻ്റെ തലവൻ പറയുകയാണ്, പുതിയതായി ആരും വരണ്ട എന്ന നിഷേധാത്മകമായ നിലപാടിലേക്കാണ് ഫിയോക്ക് പോകുന്നത്. കൂണുപോലെ മുളയ്ക്കുന്നു എന്നാണ് പറഞ്ഞത്. തിയേറ്ററുകൾ ഉണ്ടാവട്ടെന്നേ, നല്ല നല്ല തിയേറ്ററുകളിൽ കൊച്ചു മാളുകളിൽ കൊച്ചു തിയേറ്ററുകൾ ഉണ്ടാകുമ്പോൾ അവിടെ കയറി ആളുകൾ കാണും. നിൻ്റെയൊക്കെ തിയേറ്ററിൽ വരാതാവും, അത്രേ ഉള്ളൂ. എങ്ങനെ പറയും? ലിബർട്ടി ബഷീർ സെൻറ്ററുകൾക്ക് സാങ്ഷൻ കൊടുക്കില്ല എന്ന് പറഞ്ഞ് പകരം ഉണ്ടാക്കിയ സംഘടനയുടെ നേതാവ് ഇപ്പോൾ പറയുന്നത് ഇങ്ങനെ തിയേറ്ററിൽ വരുന്നു എന്നാണ്.
ലിബർട്ടി ബഷീറിനെ ഒതുക്കാനുണ്ടാക്കിയ ഫിയോക്കിൻ്റെ ഒരു നിലപാടാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് എന്താ പറയുക, പുതിയ തിയേറ്ററുകൾ ഞങ്ങൾ ഒരു തിയേറ്ററിനെ 3 5 അത് ഞങ്ങളെ ഇഷ്ടമാണത്. അയാൾ പറയുന്നു എൻ്റെ വീട്ടിൽ കട്ടിൽ വാങ്ങണോ, ഏത് കട്ടിൽ വാങ്ങണമെന്ന് ഞാൻ തീരുമാനം. വീട്ടിലെ കാര്യമൊക്കെ നിങ്ങൾ ഏത് കട്ടിലോ സോഫയോ എന്തോ വാങ്ങിച്ചോന്നേ, തിയേറ്ററിലെ കാര്യം പറയുമ്പോൾ അവിടെ പടം തരുന്ന നിർമ്മാതാവിന്, പടം തരുന്ന വിതരണക്കാരന്, കാണുന്ന പ്രേക്ഷകർക്കും ഒക്കെ പറയാനുള്ള അവകാശമുണ്ടെന്നേ. അദ്ദേഹം ഒരു ഒരു യൂട്യൂബർക്ക് കൊടുത്ത അഭിമുഖം, യൂട്യൂബറാണെങ്കിൽ കൊഴുത്തുരുമ്പിൻ്റെ ആശാനായ ഒരു യൂട്യൂബറാണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്തോ നടക്കുന്ന, അല്ലെങ്കിൽ ജനറൽ ബോഡി നടക്കുന്നിടത്ത് ആ ഡയസിൽ അതിൻ്റെ സംഘടനാ നേതാക്കൾ ഇരിക്കുന്ന കൊടുത്ത് ഒരു യൂട്യൂബർ ഇരുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഈ യൂട്യൂബറുടെ മൈക്ക് കണ്ടപ്പോൾ ഇയാൾ കിടന്ന് വെകിളി പിടിച്ച പോലെ സംസാരിക്കുന്നത് ആര്? ഈ വിജയകുമാർ. OTT റിലീസ് 40 ദിവസത്തിന് ശേഷമേ അനുവദിക്കാവൂ എന്ന് പറഞ്ഞിട്ട് അത് നടപ്പിലാവുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ആദ്യ ഷോ ഹോൾഡർ ആവുന്ന ഒരുപാട് സിനിമകളുണ്ട് ഇവിടെ. കറണ്ടിന് ഉള്ള കാശ് പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ 20 ആളുകളില്ല എങ്കിൽ ഞങ്ങൾക്ക് ഷോ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തിയേറ്ററുകാർ നിർത്തിവെക്കുന്ന എത്രയോ സിനിമകളുണ്ട്. ഈ സിനിമ 40 ദിവസം കഴിഞ്ഞ് OTTയിൽ കൊടുക്കാവൂ എന്ന് പറയാൻ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറ. ഇപ്പോൾ ഗൾഫിലുള്ള മോൻ വന്നിട്ട് തന്തയുടെ ബോഡി എടുക്കാവൂ എന്ന് പറഞ്ഞ് ഫ്രീസറിൽ കൊണ്ട് വയ്ക്കും പോലെ 40 ദിവസം ഈ ഒരു ഷോ പോലും ഓടാത്ത സിനിമ എടുത്ത് OTT കൊടുക്കാതെ വീട്ടിൽ വെച്ചേക്കണം എന്ന് പറയുന്നത് ആ നിർമ്മാതാവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയല്ലേ? എനിക്കതാണ് ചോദിക്കാനുള്ളത്. ഇപ്പോൾ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത സത്യേട്ടൻ്റെ ഒരു സിനിമ വന്നിരുന്നു. സത്യേട്ടൻ്റെ സിനിമ ലൈഫിൽ ഏറ്റവും മോശമായ സിനിമ എന്ന് പറയാം മകൾ. ജയറാമും മീര ജാസ്മിനും അഭിനയിച്ച പടം പല സെൻറ്ററുകളിലും ആദ്യ ഷോ ഹോൾഡറായിപ്പോയി. ഈ സിനിമ 40 ദിവസം കഴിഞ്ഞ് OTT കൊടുക്കാവൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പറ വിജയകുമാറേ. എന്താണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണമെന്ന് പറ. ഇപ്പം മകൾ എന്ന് പറഞ്ഞ പടം ആലപ്പുഴയിലൊക്കെ എന്താ പറയുക, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, സാറേ ആളില്ലാത്തതുകൊണ്ട് നിർത്തിവെച്ചു ഷോ എന്നാണ് പറയുന്നത്. ഈ പടവും 40 ദിവസം കഴിഞ്ഞ് കളിക്കാവൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് വിജയകുമാറിനോ ഈ ഫിയോക്കിനോ എന്ത് ഗുണം കിട്ടും പറ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, മകൾ എന്ന് പറഞ്ഞ പടം ആദ്യ ഷോ ഹോൾഡറായെങ്കിലും, അല്ലെങ്കിൽ മകൾ പോലുള്ള വേറൊരു സിനിമ A or B, ആ സിനിമ ഹോൾഡർ ആവേണ്ട സിനിമയല്ല. ഞങ്ങൾ 10 ദിവസം ഫ്രീ ആയിട്ട് കളിച്ചു തരാമെന്ന് ഫിയോക്ക് പറയുമോ? പുളിക്കും. ഒന്ന് പറ വിജയകുമാർ, പറ. നിങ്ങൾ OTTയിലൊന്നും കൊടുക്കരുതേ, 10 ദിവസം ഞങ്ങൾ കളിച്ചു. ഇപ്പോൾ മഞ്ഞിലുരിഞ്ഞ പൂക്കൾ ആദ്യത്തെ 2-3 ദിവസം ആളില്ലായിരുന്നു. നവോദയ പോലുള്ളൊരു നിർമ്മാണ കമ്പനി ആയതുകൊണ്ട് അവർ ബുദ്ധിപൂർവമായ പരസ്യങ്ങൾ നടത്തി ആ സിനിമ പൊക്കുകയായിരുന്നു. അങ്ങനെയാണ് അവസാനം അത് 100 ദിവസം ഓടിയത്. അതുപോലെ വിജയകുമാർ പറ, 40 ദിവസം കഴിഞ്ഞ് നിങ്ങൾ OTT കൊടുക്കാവൂ. പക്ഷേ നിങ്ങളുടെ ഈ ഓടാത്ത പടം ഞങ്ങൾ 10 പൈസ വാങ്ങിക്കാതെ അതിൻ്റെ ഷെയറോ ഒന്നും തരണ്ട, ഞങ്ങൾ കളിച്ചു തരാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിർമ്മാതാവ് അങ്ങോട്ട് പറയാം, ഞങ്ങൾക്ക് 10 പൈസ തരണ്ട, ഒരു 10 ദിവസം കളിക്കും വിജയകുമാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളിക്കുമോ? നിങ്ങൾ കളിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. സിനിമ എഗ്രിമെൻറ്റിന് പരിഹാരം കാണണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തൊക്കെയാണ് എഗ്രിമെൻറ്റ്? പടം കളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തോന്നുമ്പോൾ ഷെയർ കൊടുക്കുമെന്നാണോ? എത്ര വിതരണക്കാരെന്നേ കണ്ണീരും കയ്യുമായിട്ട് നടക്കുന്നത്, എത്ര പ്രൊഡ്യൂസർമാർ നടക്കുന്നു ഈ തിയേറ്ററുകാരൻ കളിച്ചാൽ പൈസ കൊടുക്കാത്തതിന്. ഞങ്ങൾക്ക് ജീവിക്കണം, മാളുകൾക്ക് ജീവിക്കാൻ കൊടുക്കരുത് എന്നാണോ നിങ്ങളെ എഗ്രിമെൻറ്റ്? പറ. മാളുകളിൽ പടം കൊടുക്കരുത്, ഞങ്ങൾക്ക് മാത്രം തിയേറ്റർ അതായത് പിറക്കും പൊള്ള തിന്നുകൊണ്ടിരിക്കുന്ന, ജോലി ചെയ്യാതെ തിന്നുകൊണ്ടിരിക്കുന്ന തിയേറ്റർ മുതലാളിമാരുടെ കുടുംബത്തിന് മാത്രം ജീവിച്ചാൽ മതി ഈ നാട്ടിൽ. എനിക്ക് മനസ്സിലാവുന്നില്ല. 22-ാം തീയതി മുതൽ തിയേറ്ററുകളിൽ മലയാള സിനിമ കളിക്കില്ല എന്നാണ് ആദ്യം തീരുമാനിച്ചത്. അപ്പോൾ ആണ് 22-ാം തീയതി ഗോകുലം റിലീസ് ചെയ്യുന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞൊരു പടം വരുന്നു. ആ പടം ചിലപ്പോൾ ഓടാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു തോന്നൽ സിനിമ ഇൻഡസ്ട്രിക്കുണ്ട്. അപ്പോൾ ആ പടം ഓടുമെന്ന് വാർത്ത കണ്ടപ്പോൾ ഈ വിജയകുമാർ വാക്കിന് സ്ഥിരത വേണ്ടേ? 22 എന്നുള്ളത് ഞങ്ങൾ മാറ്റി 23 ആക്കി. കാരണം 22-ന് മഞ്ഞുമൽ ബോയ്സും കൂടെ കളിച്ചിട്ട് ഈ തടയില്ല. അപ്പോൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പടം എത്ര ദിവസം വേണമെങ്കിലും ഓടാമല്ലോ. അപ്പോൾ ഇവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം സമരം നടത്തുന്നവരാണെന്ന് മനസ്സിലായില്ല. 22-ന് വയ്ക്കുക, 22-ന് മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങുന്നുണ്ട്, അപ്പോൾ 23 ആക്കി സമരത്തിന്. എന്നാൽ നമ്മൾ പണ്ടുള്ള ആരോ പറഞ്ഞതാണ്, ഊണ് കഴിഞ്ഞിട്ട് നമുക്കൊരു 3 മണിക്ക് നിരാഹാര സമരം തുടങ്ങാം എന്ന് പറഞ്ഞതുപോലെയാണ് എനിക്ക് വിജയകുമാറിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ തോന്നിയത്. ഞങ്ങൾ 22-ാം തീയതി സമരം, മലയാള സിനിമ ഇനി കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നാൽ ഒരു കാര്യം ചെയ്യാം, 23 ആക്കാം. എന്തെന്ന് ചോദിച്ചാൽ മഞ്ഞുമൽ ബോയ്സ് വരെ ഇല്ലേ. നിലവിൽ തിയേറ്ററുകളിൽ പുതിയ ചിത്രങ്ങൾ കാണാൻ ആളുണ്ട്, കളക്ഷനുണ്ട്. വരാൻ പോകുന്ന പല സിനിമകളും ഹിറ്റാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. എന്നാലിപ്പോൾ സമരം പ്രഖ്യാപിച്ചാൽ നമ്മുടെ വരുതിയിലാക്കാം എന്നാകും ഈ ഫിയോക്കിൻ്റെ ചേട്ടന്മാർ വിചാരിച്ചത്. ഇപ്പം തിയേറ്ററിൽ ആളൊക്കെ വരെയല്ലേ, പ്രമേയങ്ങൾക്ക് ഓടയല്ലേ. അപ്പോൾ ഇപ്പം നമ്മളൊരു പിടിപിടിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കുമെന്നാണ് വിചാരിച്ചത്. 100% തെറ്റാണ്. നിങ്ങളുടെ സംഘടനയ്ക്ക് ദോഷം വരും, നിങ്ങളുടെ സംഘടന മിക്കവാറും പൊളരും, അത്രേ സംഭവിക്കും. പൊളിഞ്ഞു പാളീസാവും നിങ്ങളുടെ സമരം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
KSFDCയുടെ കേരളം മുഴുവൻ ഇപ്പോൾ തിയേറ്റർ ഉണ്ടല്ലോ. മാളുകളിലാണെങ്കിൽ ഇഷ്ടം പോലെ തിയേറ്ററുകളുണ്ട്. ഇവിടെ ലുലുവിലൊക്കെ 5-6 തിയേറ്ററില്ലേ. ലിബർട്ടി ബഷീറിൻ്റെ എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ്റെ തിയേറ്ററുകളുണ്ട്. പിന്നെ ആൻ്റണി പെരുമ്പാവൂർ, ബി ഉണ്ണികൃഷ്ണൻ, ദിലീപ് മുതലായവർക്ക് തിയേറ്ററുകളുണ്ട്. ഫിയോക്കിൻ്റെ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ വർഷങ്ങളായി തിയേറ്റർ ബിസിനസ് നടത്തുന്ന ബോബിച്ചായനെ പോലെയുള്ള പലരും തിയേറ്ററുകൾ തുറക്കുമെന്ന് തീരുമാനിച്ചാൽ ഫിയോക്കിൻ്റെ കട്ടയും പടവും മുടങ്ങും. കാരണം ആൻ്റണി പെരുമ്പാവൂരിന് ഒരുപാട് തിയേറ്ററില്ലേ. ഉണ്ണികൃഷ്ണനും ഉണ്ട്, ദിലീപിനും ഉണ്ട്, ലിബർട്ടി ബഷീറിൻ്റെ സംഘടനയ്ക്കും ഉണ്ട്, KSFDCക്കും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ ബോബിച്ചനെ പോലുള്ളവരും കൂടെ കളിക്കാമെന്ന് തീരുമാനിച്ചാൽ 100% ഞാൻ പറയുന്നു, വിജയകുമാറെ കട്ടയും പടവും മടങ്ങും ഫിയോക്കിൻ്റെ. എനിക്ക് പറയാനുള്ളത് ബി ഉണ്ണികൃഷ്ണനോടാണ്. ഇപ്പോൾ മലയാളം ടെലിവിഷൻ ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തൊരു സംഘടന ഉണ്ടായിരുന്നു, ഗണേശൻ ഉണ്ടാക്കിയെടുത്തൊരു സംഘടന. ഞാനും കൂടി ചേർന്ന് എടുത്ത ചില നിലപാടുകളിൽ ഗണേശൻ അതിൽ നിന്ന് രാജിവെച്ച് പോയി. ഇപ്പോൾ ആത്മയിൽ മാത്രമേ അദ്ദേഹം ചെയർമാനായിട്ടുള്ളൂ. മന്ത്രിയായ ശേഷം ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോഴും പറഞ്ഞു, ഈ ദിനേശ് ഞാനുണ്ടാക്കിയ ടെലിവിഷൻ ഫ്രട്ടേണിറ്റിയിൽ നിന്ന് എന്നെ പുറത്താക്കിയതിൽ ഒരാളാണെന്ന് പറഞ്ഞു. പുറത്താക്കിയത് ന്യായമായ ഒരു കാര്യത്തിന് നമ്മൾ വാശി പിടിച്ചപ്പോൾ അദ്ദേഹം രാജിവെച്ച് പോയതാണ്, പുറത്താക്കിയതല്ല. ഞാൻ പറയുന്നത് ആ ടെലിവിഷൻ ഫ്രട്ടേണിറ്റി നിർമ്മാതാക്കളുടെ എർത്ത് എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ നിർമ്മാതാക്കളുടെ സംഘടനയായി അങ്ങ് മാറി. ടെക്നീഷ്യന്മാർക്ക് പൈസ കൊടുക്കില്ല, ആർട്ടിസ്റ്റിന് പൈസ കൊടുക്കില്ല, എല്ലാം നിർമ്മാതാക്കൾ ഹൈജാക്ക് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ എന്തു പറ്റി? ടെലിവിഷൻ ഫ്രട്ടേണിറ്റി ഒരു മൃതപ്രായമായി കിടക്കുന്നു. ഒരു 5-6 നിർമ്മാതാക്കൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഫെഫ്ക ഉണ്ടാക്കിയ ടെലിവിഷൻ യൂണിയനിലേക്ക് പോയി. അങ്ങനെ ടെലിവിഷൻ ഫ്രട്ടേണിറ്റിയെ പൊളിച്ചെടുക്കാൻ കഴിഞ്ഞ ബി ഉണ്ണികൃഷ്ണനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ന്യായമായ നിർമ്മാതാക്കൾ പറയുന്നത് കേൾക്കാത്ത ഫിയോക്കിനെ പുലർത്തണം ഉണ്ണികൃഷ്ണ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങളിപ്പോൾ തിയേറ്റർ മുതലാളിയല്ലേ. ഞാൻ പറയുന്നത് ഉണ്ണികൃഷ്ണനും ആൻ്റണിയും ദിലീപും എല്ലാം കൂടെ ചേർന്ന് ഫിയോക്കിനെ പുളർക്കണം എന്ന് ഞാൻ പറയും. കാരണം വിജയകുമാറിനെ പോലെ ഒരു ഏകാധിപതിയും, അല്ലെങ്കിൽ അയാളെ പൊക്കി വെച്ചിട്ട് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആരെങ്കിലുമൊക്കെ ചേർന്നാണ് ഈ കളി കളിക്കുന്നതെങ്കിൽ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പുതിയ സിനിമാ സംഘടന ഉണ്ടാക്കണം, പുതിയ സിനിമാ സംസ്കാരം തിയേറ്ററുകളിൽ ഉണ്ടാക്കണമെന്ന് ഞാൻ പറയും. ഉറപ്പായും താങ്കൾ മുന്നിൽ നിന്നാൽ, ബി ഉണ്ണികൃഷ്ണൻ മുന്നിൽ നിന്നാൽ കൂടെ വരാൻ ഒരുപാട് തിയേറ്റർ ഉടമകൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഫിയോക്ക് എന്നുള്ള എൻ്റെ എഫ് മാറ്റി ഡി ആക്കിയാൽ മതി, ഡിജിറ്റൽ എന്നുള്ള ഡി ആക്കിയാൽ മതി തന്നെ. ഒരു എഫ് മാറി ഒരു ഡി ആയതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. ഫിലിമിന് പകരം ഡിജിറ്റൽ എന്നാക്കിയാൽ മതി, ഫിയോക്ക് ഡിയോക്കായി മാറിയാൽ മതി. വിജയകുമാറിൻ്റെയൊക്കെ നെകളിപ്പ് നിൽക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. തമ്മിൽ പാര വയ്ക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഫീൽഡാണ് സിനിമ എന്ന സിദ്ധാന്തം ലിബർട്ടി ബഷീറിൻ്റേതാണ്. ലിബർട്ടി ബഷീർ പറഞ്ഞതാണ്, സിനിമാക്കാരെന്ന് പറഞ്ഞാൽ തമ്മിൽ പാര വയ്ക്കും, അതിന് എളുപ്പമുള്ള ഫീൽഡാണ് സിനിമ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തെ മുന്നിൽ കൊണ്ടുവരണമെന്ന് ഞാൻ വീണ്ടും പറയുന്നു. അപ്പോൾ കാലാകാലങ്ങളിൽ മാറി ഞാൻ കളിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, ലിബർട്ടി ബഷീർ ഞാൻ കണ്ടിട്ടില്ല വർഷങ്ങളായിട്ട്. ദിലീപിൻ്റെ കേസിന് ശേഷം ഇതുവരെ ഫേസ് ടു ഫേസ് കണ്ടിട്ടില്ല. അങ്ങനെയുള്ളപ്പോഴാണ് അദ്ദേഹം ആ ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ പറഞ്ഞത്, ഞാൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നെങ്കിൽ ദിനേശനെ കൈകാര്യം ചെയ്തതിനെന്ന്. അത് അദ്ദേഹം ഈ തലശ്ശേരി പോലുള്ള ഒരു പൊട്ടക്കുളത്തിൽ പുളവൻ്റെ ഫണീന്ദ്രൻ എന്ന് പറഞ്ഞ പോലെ ലിബർട്ടി ബഷീർ ഈ തലശ്ശേരി കിടന്ന് കളിക്കണമെന്ന് പുള്ളിക്ക് തോന്നിയതാണ്. അതുപോലെ കേരളത്തിലെ എല്ലാ ജില്ലയിലും കളിക്കാം. തിരുവനന്തപുരത്ത് ലിബർട്ടി ബഷീർ ഒന്ന് കളിച്ചു നോക്കട്ടെ, തലയിൽ കൊട്ട് വാങ്ങിച്ചുകൊണ്ട് പോകും. പക്ഷേ എങ്കിലും എനിക്ക് ലിബർട്ടി ബഷീറിന് ഇഷ്ടമാണ്. കാരണം അദ്ദേഹം മലയാളവുമല്ല, തമിഴുമല്ല, മമിഴുമല്ല എന്നൊക്കെ പറയുന്ന പോലെ ഏതോ ഒരു ഭാഷയിലൊക്കെ ടി വിയിലിരുന്ന് വർത്താനം പറയുമ്പോൾ ഒരുപാട് ന്യായങ്ങൾ പറയുന്ന ഒരാളാണ്. ഒരു മനുഷ്യപ്പറ്റുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. ഞങ്ങൾ തമ്മിലൊരു സംവാദം നടക്കുമ്പോൾ, ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് എൻ്റെ ദുഃഖം അറിയാം, ജയിലിൽ കിടക്കുന്നവരുടെ ദുഃഖം അറിയാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനാണോ ദണ്ഡി യാത്രയ്ക്കാണോ നിങ്ങൾ ജയിലിൽ കിടന്നതെന്ന് ചോദിച്ചു. ഒരു മടിയില്ലാതെ അദ്ദേഹം പറഞ്ഞു, കള്ളക്കടത്ത് കേസിലാണ് ഞാൻ കിടന്നത്. അങ്ങനെ ഒരു ശുദ്ധനായ മനുഷ്യനാണ്. ഞാൻ പറയുന്നത് ലിബർട്ടി ബഷീറിനെ മുന്നിൽ നിർത്തി ഫിയോക്കിന് പകരം ഒരു ഡിയോക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ആ എക്സിബിറ്റേഴ്സ് ഫെഡറേഷനെ ഒന്നുകൂടി കുളിപ്പിച്ചെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. വിതരണക്കാരുടെ സംഘടനയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ലിസ്റ്റർ സ്റ്റീഫനാണ്. ഒരു യുവാവല്ലേ, മിടുക്കനായ, എടുത്ത പടങ്ങളൊക്കെ വലിയ വിജയമാക്കിയ ലിസ്റ്റർ സ്റ്റീഫൻ. അതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് SSC സുബ്രഹ്മണ്യമാണ്, അതായത് എവർഷയും മണിയണ്ണൻ. അത് അവർ രണ്ടുപേരാണ് വിതരണക്കാരുടെ സംഘടനയുടെ നേതാക്കൾ. നിർമ്മാതാക്കളുടെ സംഘടനാ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആൻഡോ ജോസഫാണ്, സെക്രട്ടറി B രാകേഷുമാണ്. ഇവർ സംയുക്തമായി, ഈ രണ്ട് സംഘടനയുടെ സംയുക്തമായി ഇറക്കിയ ഒരു ലെറ്റർ എനിക്ക് കിട്ടി. ആ ലെറ്റർ അതിൽ പറയുന്നത്, മഞ്ഞുമ്മൽ ബോയ്സ് ഫെബ്രുവരി 22 തന്നെ എത്തും, തുടർ ചിത്രങ്ങൾ പറഞ്ഞ തീയതിക്ക് തന്നെ തിയേറ്ററിൽ എത്തും എന്നാണ് ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഉത്കണ്ഠയും വേണ്ട. 22-ാം തീയതി മഞ്ഞുമ്മൽ ബോയ്സ് എത്തുമെങ്കിൽ അതിൻ്റെ പിന്നാലെ നമ്മൾ ഏതെല്ലാം പടങ്ങൾ ചാർട്ട് ചെയ്തിട്ടുണ്ടോ ആ പടങ്ങൾ കേരളത്തിൽ കളിച്ചിരിക്കുമെന്നാണ് വിതരണക്കാരുടെയും നിർമ്മാതാക്കളുടെയും സംഘടന പറയുന്നത്. എന്തു വന്നാലും
മാർച്ച് 1 തൻ്റെ ഇതുവരെ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ വന്നിരിക്കുമെന്ന് അനിൽ തോമസ് പറയുന്നു. ഇപ്പോൾ സുരഭി ലക്ഷ്മിക്ക് നാഷണൽ അവാർഡൊക്കെ വാങ്ങിക്കൊടുത്ത ഒരു പടത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. അത് സംവിധാനം ചെയ്ത ആളാണ് നിർമ്മാതാവ് കൂടിയായ അനിൽ തോമസ്. അനിൽ തോമസ് പറയുന്നത് എൻ്റെ ഇതുവരെ എന്ന് പറഞ്ഞ സിനിമ ഈ പറഞ്ഞതുപോലെ മാർച്ച് 1 തിയേറ്ററിൽ എത്തിയിരിക്കും. ഇനി ഏവനൊക്കെ സമരം നടത്തിയാലും ഞാൻ കളിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഫിയോക്കിൻ്റെ ശക്തി ദൗർബല്യം എവിടേക്കാണ് ഇല്ലാതാവുന്നത്. അപ്പോൾ നിർമ്മാണ സംഘടനാ നേതാവായ അനിൽ തോമസ് വിചാരിച്ചാൽ ആ പടം റിലീസ് ചെയ്യാതിരിക്കും, റിലീസ് ചെയ്യും. മേലിൽ തുടർ സഹകരണം താങ്കളോട് ഞങ്ങളോട് സഹകരിക്കുന്നവരോട് ഉണ്ടാകും എന്ന് മാത്രമാണ് ആ പ്രസ്താവനയിൽ അവർ പറയുന്നത്. തിയേറ്റർ ഉടമകളുടെ അഭിമാന പ്രശ്നമാണത്രേ തിയേറ്റർ അടച്ചിടാൻ കാരണം എന്നാണ് ഇയാൾ പറയുന്നത്. ആര്? നമ്മളെ വിജയകുമാർ പറയുന്നത്. നിർമ്മാതാക്കൾ പറയുന്ന സർവീസ് പ്രൊവൈഡർ വയ്ക്കണം, പ്രൊജക്ടർ വയ്ക്കണം. അപ്പോൾ ഈ ചോദ്യം ചോദിക്കാൻ കോലും പിടിച്ചോണ്ടിരിക്കുന്നു, ഓ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? അപ്പോൾ അത് ബിനാമികളാണോ ഈ പ്രൊവൈഡറൊക്കെ വയ്ക്കണമെന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രൊവൈഡർ കൊണ്ടുവരണമെന്നൊക്കെ പറയുന്ന ഒരു ബിനാമികളാണോ എന്നൊക്കെ ഈ കോലും പിടിച്ചോണ്ടിരിക്കുന്നത് ചോദിക്കുന്നു. ഞാൻ പറയുന്നത് ഈ കോല് പിടിച്ചുകൊണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഡൈസിൽ വന്നിരുന്ന് ചോദിക്കുന്നവരോട് സിനിമാ സംഘടനകളുടെ ആൾക്കാരൊരു തീരുമാനം എടുക്കണം. ഇതുപോലുള്ളവന്മാരുടെ ചർച്ച ചെയ്യില്ല, സംസാരിക്കില്ല എന്ന് തീരുമാനിക്കണ്ടേ? അവൻ എന്താ പറയുക, അവൻ മറ്റേ ഫിയോക്കിനെയും കൊണ്ട് നടക്കട്ടെ എന്ന് വിചാരിക്കണ്ടേ? പച്ചക്കള്ളമാണ് ഈ ചാനലിൽ ഈ കോലം പിടിച്ചിരിക്കുന്നവനോട് ഫിയോക്കിൻ്റെ തലവൻ വിജയകുമാർ പറയുന്നത്. ഫിലിമിൽ സിനിമ കാട്ടിയിരുന്ന സമയത്ത് പ്രൊജക്ടർ വേണമായിരുന്നു, വേണമല്ലോ, വലിയ പ്രൊജക്ടർ, അത് കത്തിക്കാനുള്ള കാർബണും വേണമായിരുന്നു. ഡിജിറ്റൽ സിനിമ ആയപ്പോൾ ഒരു തിയേറ്ററുകാരനും പ്രൊജക്ടർ വയ്ക്കാൻ താല്പര്യമില്ല. പിന്നെ എങ്ങനെ സിനിമ കാണിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? കുത്തക കമ്പനികളുടെ പ്രൊജക്ടർ വാടകയ്ക്ക് വയ്ക്കും, അത് വെച്ചോട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ, ഇല്ലേ? പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. തിയേറ്ററിൽ വെച്ചിരിക്കുന്ന പ്രൊജക്ടറിൻ്റെ വാടക നിർമ്മാതാക്കൾ കൊടുക്കണം. അതെന്ത് ന്യായമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾ ആലോചിക്കുക, ഒരു ഹാളും കെട്ടിയിട്ട് പൈസ പിരിക്കാതിരിക്കുന്നതാണോ തിയേറ്റർ ഉടമ എന്ന് പറയുന്നത്? അല്ലല്ലോ. ഒരു സിനിമയ്ക്ക് കുറേ സീറ്റ് വേണം, നല്ല അന്തരീക്ഷം ഉണ്ടാക്കണം, നല്ല ശബ്ദം DTS ഒക്കെ ഉണ്ടാവണം, ഒപ്പം പടം നല്ല 4K റെസൊല്യൂഷനിൽ കാണിക്കാനുള്ള പ്രൊജക്ടറും വേണ്ടേ? പക്ഷേ ഡിജിറ്റലായപ്പോൾ ഇവർ സുഖിക്കുന്ന ഒരു പരിപാടി കണ്ടുപിടിച്ചത്, UFO പോലുള്ള വലിയ വലിയ കമ്പനികൾക്ക് അവരുടെ പ്രൊജക്ടർ വയ്ക്കാനുള്ള അവസരം കൊടുത്തിട്ട് ആ പ്രൊജക്ടറിൻ്റെ വാടക നിർമ്മാതാക്കളിൽ നിന്ന് വാങ്ങുക എന്നതായിരുന്നു ഇവരുടെ പരിപാടി. 5 മുതൽ 25 ലക്ഷം രൂപ വരെ വാർഷിക വാടക വാങ്ങിയിട്ട്, നിങ്ങൾ കണ്ടിട്ടില്ലേ തിയേറ്ററുകളിലെ ക്യാൻറ്റീനുകൾ നടത്തുന്നത്? ഈ തിയേറ്ററുകാർ ദാരിദ്ര്യം പറയും, പക്ഷേ അവർക്കുള്ള വരുമാനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 5 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെയാണ് ഒരു വർഷത്തേക്ക് ഈ തറ വാടക വാങ്ങിക്കുന്നത്. അല്ല, ഒരു 10 പൈസ ഒരു വേറെ ചിലവൊന്നും അവർക്കില്ലല്ലോ. എന്നിട്ടാണ് എന്താ പറയുക, ഈ ക്യാൻറ്റീൻ നടത്താനുള്ള കൊടുക്കുന്നത്. അപ്പോൾ വാടകയ്ക്ക് എടുത്തവന് എന്തായാലും അതിൻ്റെ ലാഭവും, ആ വാടക കൊടുത്ത 5 ലക്ഷം കൊടുത്തെങ്കിൽ ആ 5 ലക്ഷവും അതിൻ്റെ പലിശയൊക്കെ കിട്ടണമല്ലോ. അപ്പോൾ അവ എന്ത് ചെയ്യും? ഒരു ചോളംപൊരിയുടെ പാക്കറ്റ് വാങ്ങിക്കാൻ നമ്മൾ തിയേറ്ററിൽ പോയി നോക്കിയാൽ 1 സെൻറ്റ് സ്ഥലം വിൽക്കണം, അത് വാങ്ങണമെങ്കില്ലേ? ഞാൻ ആ കച്ചവടക്കാരനെ കുറ്റം പറയില്ല. കാരണം ഈ തിയേറ്റർ നടത്തുന്ന ദ്രോഹികൾ 5 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെ തറവാടക വാങ്ങിക്കുന്നത്. അപ്പോൾ അവന് മുതലാവണ്ടേ? അപ്പോൾ അവൻ ഒരു ചായക്ക് ആയാലും ശരി, ഒരു കുപ്പി വെള്ളത്തിനായാലും ശരി, ഒരു കവറ് മറ്റേ ചോളം പൊരിക്കായാലും ശരി, അവൻ കൊള്ളയടിച്ച് വാങ്ങിക്കും. 1 സെൻറ്റ് സ്ഥലം വിൽക്കണമെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. ഷോ തുടങ്ങാൻ നേരത്തും എന്താ പറയുക, ഷോ തുടങ്ങാനാണ് പോകുന്നത്, അപ്പോൾ പോലും റിസർവേഷൻ ചാർജ് വാങ്ങിക്കുക. ഈ റിസർവേഷൻ ചാർജ് ആർക്ക് കൊടുക്കും? പ്രൊഡ്യൂസർക്ക് 10 പൈസ കൊടുക്കുമോ? കോർപ്പറേഷന് 10 പൈസ കൊടുക്കുമോ? ഈ റിസർവേഷൻ ചാർജ് എന്ന് പറഞ്ഞ് കൊള്ളയടിക്കുന്നത് തിയേറ്ററുകാരെയല്ലേ എടുക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുപോലെ തന്നെ നമ്മൾ പടം തുടങ്ങുന്നതിന് കുറേ മുമ്പ്, ഒരു അരമണിക്കൂർ മുമ്പ് കുറേ പരസ്യങ്ങൾ ഇടുമല്ലോ. ഇൻ്റർവെൽ സമയത്തും കുറേ പരസ്യങ്ങളിടും. ഇതിൽ നിന്ന് വർഷം തോറും കിട്ടുന്ന ലക്ഷക്കണക്കിന് രൂപ ആരാ എടുക്കണേ? തിയേറ്ററുകാരൻ. പക്ഷേ എന്നും ദാരിദ്ര്യം പറയും. അതുപോലെ തന്നെ ഒരു ടിക്കറ്റിൽ നിന്ന് 5 രൂപ സെസ് പിരിക്കാൻ സർക്കാർ തീരുമാനിച്ചു വർഷങ്ങളായിട്ട്. ആ 5 രൂപയിൽ നിന്ന് ഒരു വിഹിതം ക്ഷേമനിധിക്ക് കൊടുക്കും. അതിൽ നിന്നാണ് ഈ തിയേറ്റർ മുതലാളിമാർ വരെ, അവിടുത്തെ മാനേജർമാർ വരെ പെൻഷൻ വാങ്ങുന്നത്. ഒരു വിഹിതം ചലച്ചിത്ര വികസന കോർപ്പറേഷന് കൊടുക്കും, ഒരു വിഹിതം ചലച്ചിത്ര അക്കാദമിക്ക് കൊടുക്കും. ഞാൻ ചോദിക്കുന്നത്, ഇവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൈസയല്ല. ഞാനിപ്പോൾ ഒരു ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നാണ് 5 രൂപ സെസ്. ഞാൻ ചോദിക്കുന്നത്, ഈ 5 രൂപ പിരിക്കുന്നുണ്ടല്ലോ, ലക്ഷക്കണക്കിന് രൂപ ദിവസവും പിരിക്കുന്നുണ്ട്. ഈ പിരിക്കുന്ന പൈസ കൃത്യമായിട്ട് എത്ര തിയേറ്ററുകാർ കൃത്യമായിട്ട് അടയ്ക്കുന്നവരുണ്ടെന്ന് വിജയകുമാർ പറയട്ടെ. പ്രേക്ഷകൻ്റെ ഓരോ ടിക്കറ്റിൽ നിന്നും പിരിക്കുന്ന സെസ് മുടക്കാതെ, തട്ടിക്കാതെ കൃത്യമായി അടയ്ക്കുന്ന എത്ര തിയേറ്റർ മുതലാളിമാരുണ്ട് എന്ന് ഈ നാട്ടിലുണ്ട് എന്ന് വിജയകുമാർ തുറന്ന് പറ.
പറയണമെന്നാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ സാംസ്കാരിക ക്ഷേമതയിലുണ്ടായിരുന്ന സമയത്ത് എന്താ പറയുക, ഇതുപോലെ സെസ് അടയ്ക്കാതെ കാണാൻ വരുന്ന പ്രേക്ഷകൻ്റെ നിന്ന് പിരിക്കും, പക്ഷേ അടക്കിയില്ല. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ വിജിലൻസിനെ കൊണ്ട് റെയ്ഡ് ചെയ്യിച്ചു തിയേറ്റർ. ഒരു വലിയ നേതാവിൻ്റെ ലിബർട്ടി ബഷീറിൻ്റെ തിയേറ്ററിൽ നിന്നാണ് റെയ്ഡ് തുടങ്ങിയത്. അതുകൊണ്ട് കുറേ കാലം പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ശിവമാരട്ടം പോയ ശേഷം വീണ്ടും എന്താ പറയുക, സാംസ്കാരിക ക്ഷേമതയ്ക്ക് കിട്ടുന്ന സെസ്സിലൊക്കെ അലംഭാവങ്ങൾ വീണ്ടും തുടങ്ങിയെന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം കൃത്യമായിട്ട് സെസ് അടയ്ക്കുന്നില്ല. അപ്പോൾ ഈ കോലം പിടിച്ചുകൊണ്ടിരിക്കുന്നതിന് വിവരമുണ്ടെങ്കിൽ അവൻ ചോദിക്കണ്ടേ? വിവരമില്ല, അതുകൊണ്ടാണ് പ്രശ്നം. അവൻ വിവരദോഷി ആയതുകൊണ്ടായിരിക്കും ഇതൊന്നും ചോദിക്കാത്തത്. ഇതൊക്കെയല്ലേ ചോദിക്കേണ്ടത്. ഇപ്പം ഞാൻ ചോദിക്കുന്നത് വേറൊന്നും തോന്നരുത് വിജയകുമാറെ, വിഷമമൊന്നും തോന്നരുത്. നമ്മളിപ്പോൾ ഒരു ബാർബർ ഷോപ്പ് നടത്തണമെങ്കിൽ ചിരയ്ക്കാനുള്ള കത്തിയും സോപ്പും ചീപ്പും ഒക്കെ വാങ്ങണം, ഇല്ലേ? ആ ഒരു കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ നിങ്ങളൊരു തിയേറ്റർ നടത്തുമ്പോൾ ഒരു പ്രൊജക്ടർ വാങ്ങി വയ്ക്കില്ല എന്ന് വാശി പിടിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് പകരം ഭീമമായ വാടക കൊടുത്ത് കുത്തക മുതലാളിമാരുടെ പ്രൊജക്ടർ തിയേറ്ററിൽ കൊണ്ട് വച്ചിട്ട് ആ വാടക ഓരോ പടം കളിക്കുന്ന നിർമ്മാതാവ് തരണം. പിന്നെ എന്തിനാണ് നിങ്ങൾ തിയേറ്റർ എന്ന് പറഞ്ഞ് മുതലാളി എന്ന് പറഞ്ഞിരിക്കണേ? നിങ്ങൾക്ക് ഈ പറയുന്ന എന്താ പറയുക 25 ലക്ഷം രൂപ നിർമ്മാതാവിനും വിതരണക്കാരനും കൂടെ ഒരു പടത്തിൽ നിന്ന് കളക്ഷൻ കിട്ടുകയാണെങ്കിൽ 35 ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ട് പോകാനാണ് നിങ്ങൾ ഇരുത്തിയിരിക്കുന്നത്. കുറച്ചുകൂടിയൊക്കെ നിങ്ങൾ ന്യായമായിട്ട് പെരുമാറണ്ടേ വിജയകുമാറേ? പോസ്റ്റർ അടിക്കുന്നത് ആര്? നിർമ്മാതാവ്. പോസ്റ്റർ കോർപ്പറേഷനിലും പഞ്ചായത്തിലും കൊടുത്ത് സീൽ ചെയ്യുന്നതിൻ്റെ പൈസ അടയ്ക്കുന്ന ആര്? നിർമ്മാതാവ്. പോസ്റ്റർ ഒട്ടിക്കാനുള്ള മറ്റേ മൈദാമാവ് അടക്കം ഒട്ടിക്കുന്നതിൻ്റെ ചാർജ് അടക്കം കൊടുക്കുന്ന ആരാ? നിർമ്മാതാവ്. ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഈ തിയേറ്ററുകാരന് അപ്പോൾ എന്താ റോള്? തിയേറ്ററുകാരന് ഒരു സിനിമ കളിച്ചാൽ 1/3 പൈസ കോർപ്പറേഷൻ അടച്ചു കഴിഞ്ഞാൽ 1 രൂപ കിട്ടുകയാണെന്ന് വെച്ചോളൂ. അതിലൊരു 33 പൈസ കോർപ്പറേഷൻ അടച്ചാൽ ബാക്കിയുള്ള 67 പൈസയിൽ ഏതാണ്ട് എന്താ പറയുക, അതിൻ്റെ പകുതിയോളവും എടുത്ത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻറ്റീൻ നടത്തിയും പരസ്യം കാണിച്ചും റിസർവേഷൻ ചാർജ് അടിച്ചും ഒക്കെ കൊഴുത്തു തടിക്കുന്നതല്ലാതെ ഈ തിയേറ്ററുകാർക്ക് എന്ത് നഷ്ടമാണ്, അല്ലെങ്കിൽ എന്ത് കൈനഷ്ടമാണ് അവർക്കുണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ടും പറയുന്നത് തിയേറ്റർ നടത്തിപ്പ് വലിയ നഷ്ടത്തിലാണ്. ഒരു പടം കളിച്ചാൽ കൃത്യമായി പടം മാറുന്ന ആഴ്ച നിർമ്മാണ വിതരണക്കാരുടെ ഷെയർ കൃത്യമായി കൊടുക്കുന്ന എത്ര തിയേറ്റർ മുതലാളിമാരുണ്ടെന്ന് ധൈര്യമുണ്ടെങ്കിൽ വിജയകുമാർ പറയൂ. ഫിയോക്ക് നേതാവ് പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രേമലു പോലെ, പ്രമേയുഗം പോലെ, ജയിലറും കണ്ണൂർ സ്ക്വാഡും പോലെ, മോഹൻലാലിൻ്റെ നേര് പോലെ എത്രയോ സിനിമകൾ തിയേറ്ററിലെത്തി വലിയ വിജയങ്ങളായി. അങ്ങനെ കളിച്ചാൽ ഒരു തിയേറ്റർ മുതലാളിയുടെ കീശയിൽ കയറുന്ന ലക്ഷങ്ങൾ എത്ര? നിങ്ങൾ പറ. കറണ്ട് കാശും സ്റ്റാഫിൻ്റെ നാണം കെട്ട ശമ്പളവും. സ്റ്റാഫിനൊക്കെ വളരെ തുച്ഛമായ ശമ്പളമാണ് കൊടുക്കുന്നത്. ഏരീസ് പോലുള്ള ചില തിയേറ്ററുകളിൽ മാത്രമാണ് മാന്യമായ ശമ്പളമുള്ളത്. ബാക്കി തിയേറ്ററുകാരൊക്കെ കൊടുക്കുന്നത് ഒരുമാതിരി എന്താ പറയുക, ബംഗാളിയെ കൊടുക്കുമ്പോഴാണ് കൊടുക്കണേ. എന്നിട്ട് ബാക്കി മുഴുവൻ ഈ ആശാന്മാരുടെ കയ്യിലല്ലേ ചെന്ന് പെടണം. എന്നിട്ടും പറയുന്നത് ഞങ്ങൾ തിയേറ്റർ നടത്തിക്കുന്നവർ ആത്മഹത്യയുടെ വക്കിലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കറണ്ടിന് ഇളവ് വേണം, കുടിശ്ശിക അടയ്ക്കാൻ വർഷങ്ങളുടെ ഇളവ് തരണം, സർക്കാർ സഹായിക്കണം, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പെണ്ണും പിള്ളയുടെ കെട്ടുതാലി വരെ വിറ്റ് സിനിമയെടുത്ത് ആദ്യ ഷോയ്ക്ക് കുത്തുവാളയെടുത്ത നിർമ്മാതാവും ആ പടം 16 അടിയന്തരം കഴിഞ്ഞിട്ടേ 44 ദിവസം കഴിഞ്ഞിട്ട് 16 അടിയന്തരം അല്ല OTTയിൽ കാണിക്കാമെന്ന് പറയുന്നതിൽ എന്ത് ന്യായമുണ്ട് വിജയകുമാറേ? ഇത്ര മനസാക്ഷിയില്ലാതെ സിനിമാ സമൂഹത്തിൽ കൊള്ളയടിക്കുന്ന ഒരു വർഗം മറ്റേത് വിഭാഗത്തിലുണ്ട് സിനിമയിൽ? പറയും. സർവീസ് പ്രൊവൈഡറുടെയും പ്രൊവൈറ്ററിൻ്റെയും കഥ പറയാം. ഇപ്പോൾ ഒരു സമരത്തിന് പ്രധാന കാരണം അതിനെ ഒളിച്ചു വയ്ക്കുകയാണ്. ഇപ്പോൾ ഈ സർവീസ് പ്രൊവൈഡറിൻ്റെയും പ്രൊവൈറ്ററിൻ്റെയും കഥ പറയാം. നിലവിലുള്ള ഒരു തിയേറ്ററും പ്രൊവൈഡറെയോ പ്രൊവൈറ്ററോ മാറ്റണ്ട. ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തിയേറ്ററിലെയും പ്രൊവൈറ്റർ മാറ്റണമെന്ന് പറഞ്ഞിട്ടില്ല നിർമ്മാതാക്കൾ. പുതിയ തിയേറ്ററിൽ വയ്ക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് വയ്ക്കണം. കാരണം ഞങ്ങളിലുള്ള മാസ്റ്റർ ചെയ്യുന്നത് കാണിക്കാൻ പറ്റുന്ന പ്രൊവൈറ്റർ വയ്ക്കണമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നത് പുതിയ തിയേറ്ററുകൾ കൂടുപോലെ മുളയ്ക്കുന്നു എന്നാണ്. ഇവരെല്ലാം ഒരു തിയേറ്ററിനെ 3 ആക്കും. പക്ഷേ പുതിയൊരു തിയേറ്റർ വരാൻ പാടില്ല, കൂടുപോലെ മുളയ്ക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. പരമ്പരാഗത തിയേറ്ററുകളെ നിർബന്ധമായി അടിച്ചേൽപ്പിക്കുന്നു. ഈ പുതിയ പ്രൊജക്ടർ വയ്ക്കാൻ കള്ളമാണ് പറയുന്നത്. പരമ്പരാഗതമായ തിയേറ്ററിൽ ഒരു പ്രൊജക്ടർ ഉണ്ടാവാം, പക്ഷേ അവിടെ 2 പുതിയ തിയേറ്റർ വരുമ്പോൾ ആ 2 തിയേറ്ററിൽ പുതിയ പ്രൊജക്ടർ വയ്ക്കണം, ഞങ്ങൾ പറയുന്ന പ്രൊജക്ടർ വയ്ക്കണമെന്നേ ഇവർ പറയുന്നുള്ളൂ. അതിനെ കള്ളമായിട്ടാണ് അതിനെ പറഞ്ഞ് ഫലിപ്പിക്കുന്നത്. പഴയ തിയേറ്ററുകൾ ഇടിച്ച് പുതിയ 3, 4 ആക്കുമ്പോൾ പുതിയ പ്രൊവൈഡർ വയ്ക്കണം. അത് അടിച്ചേൽപ്പിക്കലല്ല, സിനിമാ നിർമ്മാതാക്കളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. പഴയതിനെ ഇടിക്കേണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒറ്റ സ്ക്രീനിൽ തന്നെ കളിച്ചാൽ മതി, പ്രശ്നം തീർന്നില്ലേ? അപ്പോൾ കൊള്ളയടിക്കാൻ പറ്റില്ലല്ലോ എന്നായിരിക്കും ഇവർ ചിന്തിക്കുന്നത്. ഇപ്പോൾ 40 A സെൻറ്ററുകൾ ഉള്ളത് മതി എന്ന് പറഞ്ഞ ആളാണല്ലോ നമ്മുടെ ലിബർട്ടി ബഷീർ.
അങ്ങനെ വാശി പിടിച്ചപ്പോഴുണ്ടായതാണല്ലോ ഫിയോക്ക്. ഇപ്പോൾ പറയുന്നു പുതിയ തിയേറ്ററുകൾ കൂണുപോലെ മുളച്ചു കളയുന്നു, അതായത് നമ്മൾ മാത്രം മതി എന്നാണ്. അപ്പം ലിബർട്ടി ബഷീർ പറഞ്ഞതും ഇവർ പറയുന്നതുമായിട്ട് എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടിക്കടി ലിബർട്ടി ബഷീർ തിയേറ്ററുകൾ അടച്ചിട്ട് സമരം നടത്തുന്നു, ഇത് സിനിമയെ നശിപ്പിക്കും എന്ന് പറഞ്ഞാണല്ലോ ഫിയോക്ക് ഉണ്ടായത്. സിനിമകൾ തടഞ്ഞൊരു സമരത്തിന് ഇല്ല എന്ന് പറഞ്ഞ ഫിയോക്ക് പറയുന്നു മലയാള സിനിമകൾ തടഞ്ഞുകൊണ്ട് തിയേറ്ററുകൾ നടത്തുമെന്ന്. പുളിക്കും വിജയകുമാറേ, എനിക്ക് എൻ്റെ ആത്മരോഷം കൊണ്ട് ഞാൻ പറയുകയാണ്. പണ്ട് ബാലകൃഷ്ണ സാർ പഞ്ചാബ് ന്യായീകരിച്ചുകൊണ്ടൊരു പ്രസംഗം നടത്തിയ മന്ത്രിസ്ഥാനം പോയാലും എനിക്കൊന്നും പോകാനും നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ ഞാനൊരു സിനിമ എടുത്തുകൊണ്ടെന്നാൽ കാണിച്ചു തരാടാ, കൊണ്ടുപോകാ, നിൻ്റെ കളിക്കില്ല എന്ന് ആയിരിക്കും ചിലപ്പോൾ വിജയകുമാറിനെ പോലുള്ളവർ ചിന്തിക്കുന്നത്. ഞാനിപ്പോൾ സിനിമയെ വേണ്ടാന്ന് പറഞ്ഞ് നടക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഒരു പേടിയുമില്ല. തമിഴിലും തെലുങ്കും ഹിന്ദിയും ഇംഗ്ലീഷും കളിക്കാൻ വിതരണക്കാർ തരുന്നില്ല എന്ന് ഫിലിം ചേംബർ തീരുമാനിച്ചാൽ ചൊറി കുത്തി ഇരിക്കേണ്ടി വരില്ല വിജയകുമാറെ. നിങ്ങൾ പറയുന്നു മലയാളം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഷയും കളിക്കുമെന്ന്. തിയേറ്റർ കച്ചവടം അവസാനിപ്പിച്ചാൽ തിയേറ്റർ കെട്ടാൻ വാങ്ങിയ വിലയുടെ എത്ര ഇരട്ടി തുക നിങ്ങൾക്ക് കിട്ടുമെന്ന് വിജയകുമാർ ആലോചിക്കാറുണ്ടോ? നിങ്ങൾ ഒരു സെൻറ്റിന് 1 ലക്ഷം രൂപ വെച്ച് വാങ്ങിച്ചെന്ന് വെച്ചോ. നിങ്ങളൊരു 40 സെൻറ്റ് വാങ്ങിച്ച് 40 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചൊരു തിയേറ്റർ കെട്ടിയെന്ന് വെച്ചോ. ആ 40 ലക്ഷത്തിന് വാങ്ങിച്ച തിയേറ്റർ 10-25 വർഷം കഴിഞ്ഞ് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര കോടിയായി അത് മാറും? സിനിമയിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ മാത്രമാണ്, തിയേറ്റർ മുതലാളിമാർ മാത്രമാണ് ഭാഗ്യവാന്മാരെന്ന് ഞാൻ പറയും. അങ്ങനെ പറയാൻ കഴിയുള്ളൂ എനിക്ക്. ഇപ്പോൾ ഞാൻ പറയാം, തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിനടുത്തുള്ള പത്മനാഭ തിയേറ്റർ, പി സുബ്രഹ്മണ്യം മുതലാളി ആ തിയേറ്റർ കിട്ടുമ്പോൾ എത്ര രൂപയായി കാണും? ചതുപ്പ് നിലമെന്തോ ആയിരുന്ന സ്ഥലമാണ്, അത് നികത്തിയാണ് അവിടെ തിയേറ്റർ വെച്ചതെന്ന് പറയുന്നു. ആ തിയേറ്ററിൻ്റെ അത്രയും സ്ഥലം, കണ്ണായ സ്ഥലം പത്മനാഭ സ്വാമിയുടെ നേരെ എതിർവശത്താണല്ലോ, ക്ഷേത്രത്തിൻ്റെ എതിർവശത്താണ്. അത് ഇപ്പോൾ വിൽക്കാൻ പോയാൽ എത്ര കോടി കിട്ടും? അപ്പോൾ തിയേറ്ററുകാർക്ക്, അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ഇപ്പം ബ്ലൂ ഫിലിം മാത്രം കാണിക്കുന്ന ഒരു തിയേറ്ററുണ്ട്, സെൻട്രൽ തിയേറ്റർ എന്നുണ്ട്. ആരും പോകില്ല, കുറേ ചെറുപ്പക്കാർ ചെല്ലും, അവർക്കിടാനുള്ള തുണ്ട് ഇട്ട് കൊടുക്കും, കാണും, അവരിറങ്ങി അങ്ങ് പോകും. ഞങ്ങൾക്കിടെ ആ സ്ഥലം ഏതാണ്ട് എനിക്ക് തോന്നുന്നു 1 ഏക്കർ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, അത് 50 സെൻറ്റ് എന്തോ ഉണ്ട്. അത് വാങ്ങിയ കാലത്ത്, അജന്ത തിയേറ്ററിൻ്റെ മുതലാളി വാങ്ങുന്ന കാലത്ത്, ആ സെൻട്രൽ തിയേറ്റർ അല്ലെങ്കിൽ അദ്ദേഹം ലീസിനെടുക്കുന്ന കാലത്ത് ആ സ്ഥലത്തിന് എത്ര രൂപ ഉണ്ടായിരുന്നു, ഇപ്പോൾ എത്ര കോടി വരുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ തിയേറ്റർ മുതലാളിമാർക്ക് ഒരിക്കലും നഷ്ടം വരുന്നില്ല എന്നുള്ളതാണ് സത്യം. തിയേറ്റർ കച്ചവടം അവസാനിപ്പിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇരട്ടി എന്നല്ല, ഒരു 10 ഇരട്ടി പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. അവിടെയും നിങ്ങൾക്ക് ലാഭമേ ഉള്ളൂ. വേണമെങ്കിൽ അവിടെയൊക്കെ എത്രയോ തിയേറ്ററുകൾ ഇടിച്ച് കല്യാണ മണ്ഡപം, ഷോപ്പിംഗ് കോംപ്ലക്സ്, ഗോഡൗൺ എന്ന് പറഞ്ഞ് എന്തെല്ലാം ചെയ്തിരിക്കുന്നു. അതിന് എത്ര രൂപ കിട്ടണേ? ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ നേമം ബാസുര എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ടായിരുന്നു, സി സെൻറ്റർ. ആ സി സെൻറ്റർ കുറേ കാലം ഫുഡ് കോർപ്പറേഷന് ഗോഡൗൺ ആയിട്ട് കൊടുത്തു. ഇപ്പോൾ എന്തോ ഈ കൊച്ചു കൊച്ചു കല്യാണങ്ങൾക്ക് നടത്താനുള്ള മണ്ഡപമാണ്. അപ്പോൾ ഞാൻ കേൾക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല എൻ്റെ പൊന്നു വിജയകുമാറേ. ഓടാത്ത പടത്തിൻ്റെ നിർമ്മാതാവിൻ്റെ കാര്യം ആലോചിച്ച് നോക്കി. കിടപ്പാടം നഷ്ടപ്പെട്ട് അഷ്ടിക്ക് വകയില്ലാതെ ആത്മഹത്യക്ക് കയറ് വാങ്ങിക്കാനുള്ള കാശ് പോലും ഇല്ലാത്ത ഹതഭാഗ്യരായ 100 നിർമ്മാതാക്കളുള്ള നാടാണ് കേരളം. നിർമ്മാതാക്കളോട് നന്ദികേട് കാട്ടരുത് എന്നാണ് ഫിയോക്കിനോട് എനിക്ക് പറയാനുള്ളത്. നീയൊക്കെ കൊഴുത്തു തടിക്കുന്നത് ഓരോ നിർമ്മാതാക്കളുടെയും കാശില്ല. പിന്നെ സർക്കാരിനെ വെട്ടിച്ചു നിങ്ങൾ കാശുണ്ടാക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റുമോ? പണ്ട് ജൂബിലി ജോയ് തോമസ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 1000 രൂപ വെച്ച് ശമ്പളം കൊടുത്താലും, അന്നത്തെ കാലത്ത് 100 രൂപ ശമ്പളമുള്ള കാലത്ത് അദ്ദേഹം പറഞ്ഞത് 1000 രൂപ വെച്ച് ശമ്പളം കൊടുത്താലും 10 ടിക്കറ്റെങ്കിലും കോർപ്പറേഷൻ പഞ്ചായത്തിനെ കാണിക്കാതെ വെട്ടിച്ചില്ലെങ്കിൽ തിയേറ്ററുകാർക്കും വിതരണത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവിന് ഉറക്കം വരില്ല എന്ന് പറയാറുണ്ട്. ഇപ്പോൾ വിജയകുമാർ പറയുന്നത് സ്വന്തം തിയേറ്ററിൽ ഇഷ്ടമുള്ള പ്രൊജക്ടർ വയ്ക്കാൻ അതിനു പോലും ഞങ്ങളെ സമ്മതിക്കുന്നില്ല, ഭീഷണിപ്പെടുത്തുന്നു എന്നാണ്. ഇങ്ങനെയൊക്കെ പച്ചക്കള്ളം പറയാമോ വിജയകുമാർ? നിങ്ങളൊരു സംഘടനയുടെ നേതാവല്ലേ? ഫിലിമിൽ നിന്ന് ഡിജിറ്റലിലേക്ക് മാറിയപ്പോൾ തേനും പാലും സൗജന്യമായി തരാമെന്ന് പറഞ്ഞാണ് അന്ന് പറ്റിച്ചത് ഈ UFO പോലുള്ള കമ്പനികൾ. ഇന്നത്തെ സ്ഥിതി എന്താ? ഇപ്പോൾ കേരളത്തിൽ 5 കമ്പനികളാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, കേരളത്തിൽ 5 കമ്പനികളാണ് തിയേറ്ററുകളിലെ എന്താ പറയുക മാസ്റ്റർ ചെയ്യുന്നത്. അതൊന്ന് UFO, സോണി ഡിജിറ്റൽ, ക്യൂബ്, PHD എന്ന് പറഞ്ഞ പ്രസാദിൻ്റെ ഒരു കമ്പനി, പിന്നെ TSR. അങ്ങനെ 5 പ്രൊവൈഡർമാരാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ PDC എന്ന് പറഞ്ഞ് ഒരു പുതിയ പ്രീ ഡിഗ്രി എന്ന് വേണമെങ്കിൽ പറയാം, PDC വന്നിരിക്കുന്നത്. പ്രൊഡ്യൂസേഴ്സ് ഡിജിറ്റൽ സിനിമ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർമാരുടെ ഒരു സ്ഥാപനം വന്നിരിക്കുന്നു. ഈ പ്രൊഡ്യൂസേഴ്സ് ഡിജിറ്റൽ സിനിമ എന്ന് പറയുന്നത് എന്താ പറയുക, കണ്ടൻറ്റ് മാസ്റ്ററിംഗ് ആണ് അവർ നടത്തുന്നത്. വിജയകുമാർ പറയുന്നത് PDC എന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ഒരു ബന്ധവുമില്ലാത്ത 4-5 ബിനാമികൾ കാശടിക്കാൻ ഉണ്ടാക്കിയ പ്രൊവൈഡറാണ് PDC എന്നാണ്. പച്ചക്കള്ളമാണ് വിജയകുമാർ പറയുന്നത്. കാരണം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് ആൻഡോ ജോസഫ്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ സെക്രട്ടറി B രാകേഷ്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ട്രഷറർ ലിസ്റ്റർ സ്റ്റീഫൻ, വൈസ് പ്രസിഡൻറ്റ് സുരേഷ് കുമാർ,
വേറൊരു വൈസ് പ്രസിഡൻ്റായ സിയാദ് കോക്കർ, ജോയിൻറ്റ് സെക്രട്ടറി സന്ദീപ് സേനൻ, അനിൽ തോമസ്, പിന്നെ രഞ്ജിത്ത് രജപുത്ര, ഇത്രയും പേര് ചേർന്നാണ് ഇപ്പോൾ ഈ PDC നടത്തുന്നത്. അത് 3 വർഷക്കാലത്തേക്കാണ്. അവരുടെ ഭരണ കാലാവധി കഴിയുമ്പോൾ അടുത്ത ആൾക്കാർ വരും. ഇതൊരിക്കലും ബിനാമിയായി നടത്തുന്ന ഒരു സ്ഥാപനമേ അല്ല. അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രൊഡ്യൂസർമാരെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥാപനമാണ്. 25 ലക്ഷം രൂപ നമ്മുടെ കേരള ഫിലിം ചേംബറിൽ നിന്ന് കടമായി അവരെടുത്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയുടെ ഒരു ആവശ്യം എന്നതിനാലാണ് 25 ലക്ഷം ചേംബർ കടമായി നൽകിയത്. എന്നിട്ട് ഈ പറയുന്ന ഫിയോക്കിൻ്റെ നേതാവ് വിജയകുമാർ ചേംബറിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന കാലത്താണ്, അതാണ് ഇതിലെ ഏറ്റവും വലിയ തമാശ, ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ബിനാമികളെ വെച്ചാണ് PDC ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുന്ന വിജയകുമാർ എന്താ പറയുക ഫിലിം ചേംബറിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന കാലത്താണ് നിർമ്മാതാക്കൾ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങട്ടെ, മാസ്റ്ററിങ്ങിനുള്ളൊരു സ്ഥാപനം തുടങ്ങട്ടെ എന്ന് അപ്രൂവൽ നൽകിയത്. അന്ന് അദ്ദേഹം അപ്രൂവൽ നൽകുമ്പോൾ സാമ്പത്തികമായി ചേംബർ സഹായിക്കാമെന്നും പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഈ രംഗത്തേക്ക് എന്താ പറയുക നിർമ്മാതാക്കളുടെ സംഘടന കടന്നു വരുന്നത്. സാഗ അപ്പച്ചനായിരുന്നു അന്ന് വിജയകുമാറിൻ്റെ കൂടെ ആ കമ്മിറ്റിയിലുണ്ടായിരുന്നത്. എന്നിട്ട് ഇപ്പം മാറ്റി പറയുന്നു. ഇപ്പോൾ തിയേറ്റർ മുതലാളി നേതാവായപ്പോൾ അതേ വിജയകുമാർ തള്ളി പറയുന്നു. അതാണ് സഹിക്കാൻ വയ്യാത്തത്. ഇപ്പോൾ UFO, ക്യൂബ്, സോണി അടക്കം ഒരു സിനിമ ഒരാഴ്ച കളിക്കാൻ 18,500 രൂപയും ടാക്സുമാണ് വാങ്ങുന്നത്. പ്രേക്ഷകർ ശ്രദ്ധിച്ച് കേൾക്കണം, ഈ വിജയകുമാറൊക്കെ ഒളിക്കുന്ന കാര്യം എന്താണെന്ന്. UFO ആയാലും ക്യൂബ് ആയാലും ഈ പറയുന്ന സോണി ആയാലും അവർ ഒരാഴ്ച കളിക്കാൻ, ഒരു തിയേറ്ററിൽ കളിക്കാൻ 18,500 രൂപയും ടാക്സുമാണ് വാങ്ങുന്നത്. പക്ഷേ 18,500 രൂപ വാങ്ങിയ ശേഷം ഒരു ഷോ കൊണ്ട് ആ സിനിമ ഹോൾഡ് ഓവറായി പോവുകയാണെങ്കിൽ ഈ ഒരാഴ്ചത്തേക്ക് അടച്ച 18,500 രൂപയും ടാക്സും ആ കുത്തക കമ്പനി വിഴുങ്ങും. എന്നാൽ PDCയുടെ പുതിയ പ്രൊവൈഡറിൽ ഒരു സിനിമ കളിക്കാൻ 5,000 രൂപ കൊടുത്താൽ മതി. 5,000 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഈ 18,500 രൂപയ്ക്ക് പകരം 5,000 രൂപ കൊടുത്താൽ മതി. എന്നിട്ടാണ് പറയുന്നത് ബിനാമി കമ്പനി ഉണ്ടാക്കി ആളുകളെ പറ്റിക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ഈ പടം ഒരാഴ്ച കൂടുതലൊന്നും ഓടില്ല, അല്ലെങ്കിൽ 3-4 ദിവസമേ ഓടുള്ളൂ എന്ന് നിങ്ങൾക്ക് തന്നെ വിശ്വാസമുണ്ടെങ്കിൽ ആ നിർമ്മാതാവ് 3,500 രൂപ അടച്ചാൽ മതി. 18,500 രൂപ ഈ ക്യൂബിനെ പോലുള്ള കമ്പനികൾ വാങ്ങുമ്പോൾ 3,500 രൂപ കൊടുത്താൽ ഒരാഴ്ച കളിക്കാനുള്ള സംവിധാനം നിർമ്മാതാക്കൾ ഈ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന പ്രൊവൈഡറിലൂടെ നടക്കും. ഈ മാസ്റ്ററിങ്ങിൽ കളിക്കണമെങ്കിൽ അതിനുള്ള പ്രൊവൈഡർ വേണം. അക്കാര്യം പറഞ്ഞാണ് ഈ ഒത്തുകളി ഫിയോക്ക് കളിക്കുന്നത്. 18,500 രൂപയും ടാക്സും കൊടുക്കുന്ന ഒരു സിനിമ 100 തിയേറ്ററിൽ കളിക്കാൻ തീരുമാനിച്ചാൽ 18.5 ലക്ഷം രൂപയും ടാക്സും അടയ്ക്കണം. 1-2 ദിവസം കളിച്ച് നിർത്തുന്ന സിനിമയാണെങ്കിൽ ഈ 18.5 ലക്ഷം രൂപയും സ്വാഹയാവും ഇല്ലേ? മറിച്ച് PDCയിൽ നിങ്ങൾ 5,000 രൂപ വെച്ച് 100 തിയേറ്ററുകളിൽ കാശടച്ചാൽ 5 ലക്ഷം രൂപ ചിലവാക്കിയാൽ മതി. അപ്പോൾ 18.5 ലക്ഷം എവിടെ അയക്കുന്നു, 5 ലക്ഷം എവിടെ അയക്കുന്നു നിങ്ങൾ ആലോചിക്കും. അങ്ങനെ 18 ലക്ഷം വെച്ച് ഒരു 100 തിയേറ്ററിൽ അടയ്ക്കുകയാണെങ്കിൽ എത്ര കോടിയായി നിങ്ങൾ ആലോചിക്കുക. ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു 100-200 തിയേറ്ററുകളിൽ കളിക്കാനായിട്ടൊരു പടം കളിക്കാനായിട്ട് അടയ്ക്കണമെങ്കിൽ ക്യൂബ് പോലുള്ള UFO പോലുള്ള കമ്പനികൾക്ക് 18,500 രൂപയും ടാക്സും കൊടുത്താൽ എത്ര കോടിയാവുമെന്ന് ആലോചിക്കൂ. നേരെ മറിച്ച് 5,000 രൂപ കൊടുത്താൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ PDCയിൽ കളിക്കാം. 18.5 ലക്ഷം ടാക്സ് എവിടെ അയക്കുന്നു, 3.5 ലക്ഷം എവിടെ നിൽക്കുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇതിനെയാണ് ഫിയോക്ക് കള്ളങ്ങൾ പറഞ്ഞ് പറ്റിക്കുന്നത്. അതും ഇതിന് മുൻകൈ എടുത്ത വിജയകുമാർ തന്നെ കള്ളം പറയുന്നു എന്നുള്ളതാണ് രസം. 70 തിയേറ്ററുകളിൽ PDCയുടെ വിഷയം വച്ചു കഴിഞ്ഞു. നിർമ്മാതാക്കളായ 7 പേർ ചേർന്ന് PDC കമ്പനി ഫോം ചെയ്തു. ആ 7 പേർ 3 വർഷം കൂടുമ്പോൾ മാറും, അടുത്ത ഒരു 7 പേര് വരും. 1 രൂപ പോലും PDCയുടെ ലാഭം ഈ 7 പേരിൽ ഒരാൾക്കും എടുക്കാൻ കഴിയില്ല. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനാണ് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മുഴുവൻ. അത് അവർ പാവപ്പെട്ട പ്രൊഡ്യൂസേഴ്സിന് നൽകും. വിജയകുമാറിനും ഇത് നന്നായിട്ട് അറിയാം. എന്നാലും പറയും, നിർമ്മാണ സംഘടനയുടെ മറവിൽ ചില മുതലാളിമാരുടെ ബിനാമി കമ്പനിയാണ് PDC. UFO, ക്യൂബ്, സോണി അടക്കമുള്ള 5 കമ്പനികൾ തിയേറ്റർ ഉടമ സംഘടനയുടെ മച്ചമ്പിമാരല്ലല്ലോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. തിരുവനന്തപുരത്ത് ആർടെക്കിലും ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ KSFDCയുടെ തിയേറ്ററുകളിലും PDCയിലാണ് ഇപ്പോൾ സിനിമ കാണിക്കുന്നത്. ഞാൻ നിളയിൽ കണ്ടപ്പോൾ എന്ത് നല്ല ക്വാളിറ്റിയിലാണെന്ന് കാണിക്കുന്നത്. കൈരളിയിൽ 5,000 രൂപ കൊടുത്താൽ പടം എത്ര കാലം ഓടിയാലും കളിക്കാനാവും. അതാണ് പ്രശ്നം. കൈരളി തിയേറ്ററിൽ ചെന്നിട്ട് ഒരു പടം കളിക്കണം, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ കൊണ്ടുവന്ന് 5,000 രൂപ അടച്ചാൽ പിന്നെ ഈ ആഴ്ച തോറും അടയ്ക്കേണ്ട.
അതും ഒരു വലിയ ലാഭമല്ലേ. 18,500 രൂപയും ടാക്സും വെച്ച് ആഴ്ച തോറും അടയ്ക്കുന്നതിന് പകരം ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഈ PDC എന്ന് പറഞ്ഞാൽ 5,000 രൂപ അടച്ചാൽ എത്ര 100 ദിവസം കളിക്കുന്നെങ്കിലും 5,000 രൂപ കൊടുത്താൽ മതി. എന്നിട്ടും അവർ പറയുന്നു വലിയ ലാഭമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് കിട്ടുന്നതെന്ന്. അതേ പടം ഏരീസിൽ കളിച്ചാൽ, ഇപ്പോൾ കൈരളി കളിക്കുന്ന പടത്തിന് 5,000 രൂപ കൊടുത്താൽ ഏരീസിൽ പോയി സോഹൻ റോയുടെ തിയേറ്ററിൽ കളിക്കുകയാണെങ്കിൽ 18,500 രൂപയും ടാക്സും അടയ്ക്കണം. അതും ആഴ്ച തോറും കൊടുക്കുകയും വേണം. വിജയകുമാർ ഒരു സിനിമ നിർമ്മിച്ചാൽ ഇതിലെവിടെ നിൽക്കുമെന്ന് ആദ്യം പറയും. നിങ്ങളൊരു പടം പ്രൊഡ്യൂസ് ചെയ്യും, പൊളിക്കും. നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യില്ലെന്നറിയാം, കാരണം നിങ്ങൾ ഈ തിയേറ്ററുകളിൽ നിന്ന് ഇളുത്ത് പൈസ ഉണ്ടാക്കണമല്ലാതെ നിങ്ങളൊന്നും സിനിമ പ്രൊഡ്യൂസ് ചെയ്യില്ല. അതൊക്കെ ഹതഭാഗ്യരായ ആൾക്കാരാണ് ചെയ്യുന്നത്. അഥവാ വിജയകുമാർ ഒരു സിനിമ ചെയ്താൽ കൈരളി തിയേറ്ററിൽ 5,000 രൂപ കൊടുത്തിട്ട് ഒരു 50 ദിവസമോ 100 ദിവസമോ കളിക്കുമോ, ആഴ്ച തോറും 18,500 രൂപയും ടാക്സും കൊടുത്ത് ഏരീസി കളിക്കുമോ? അതിനുത്തരം പറയേണ്ട ബാധ്യത ഫിയോക്കിൻ്റെ തലവന്മാർക്കുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. 3 തിയേറ്ററുകളുള്ള ഒരു മാളിൽ 27,000 രൂപ അടയ്ക്കണം. ഇപ്പോൾ PDC വച്ചാൽ 7,000 രൂപ അടച്ചാൽ മതി, 3 പ്രൊജക്ടറും കൂടെ ചേർത്ത്. അപ്പോൾ എന്താ പറയുക, അത് കളിക്കണമെങ്കിൽ പ്രൊജക്ടർ വേണം. ആ പ്രൊജക്ടർ വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ ഏത് കട്ടിൽ വാങ്ങണം, ഏത് കസേര വാങ്ങണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നതെന്നാണ് പുള്ളി ചോദിക്കുന്നത്. പഴയ തിയേറ്റർ ഇപ്പോഴുള്ള സിസ്റ്റത്തിൽ പോകട്ടെ എന്നേ, അങ്ങനെയാണ് നിർമ്മാതാക്കൾ തീരുമാനിച്ചത്. ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ പോട്ടെ, അവർ ഏത് കമ്പനിയിൽ വച്ചിരിക്കുന്നോ അത് തന്നെ കളിക്കട്ടെ, ഞങ്ങൾക്കും സമ്മതമാണ്. പക്ഷേ പുതിയ തിയേറ്ററിൽ വയ്ക്കുന്ന പ്രൊജക്ടർ PDC മാസ്റ്ററിങ് നടത്തുന്നത് കളിക്കാൻ പറ്റുന്നത് ആകണം എന്ന് പറഞ്ഞാൽ എന്തിനാ ഫിയോക്കെ നീ ഈ സമരം നടത്തുന്നത്? കേരളത്തിലെ നിർമ്മാതാക്കൾ തുടങ്ങി വെച്ച ഈ വിപ്ലവം ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും വരാൻ പോകുന്നു എന്നാണ് എനിക്ക് കിട്ടിയ പുതിയ വാർത്ത. ഫിയോക്ക് ഒരു കണക്കെടുക്കണം. സിനിമ കൊണ്ട് കോടീശ്വരന്മാരായ ആളുകൾ എത്ര, നിങ്ങളൊന്ന് കണക്കെടുത്ത് നോക്ക്. സിനിമ കൊണ്ട് നിർമ്മാതാക്കൾ എന്ന് പറഞ്ഞ് വന്നിട്ട് കോടീശ്വരന്മാരായ എത്ര പേരുണ്ടെന്ന് എടുത്താൽ നിങ്ങൾ അങ്ങേയറ്റം പേര് ഒരു 50 പേര് പറയാൻ പറ്റും. പോട്ടെ, നിങ്ങളൊരു ആവേശത്തിന് 100 പേര് പറഞ്ഞു. പക്ഷേ തിയേറ്റർ വ്യവസായം കൊണ്ട് കുത്തുപാള എടുത്തവരുടെ കണക്കെടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരാളെപ്പോലും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. പടം കളിച്ചത് കാരണം കുത്തുപാള എടുത്ത ഒരൊറ്റ തിയേറ്റർ മുതലാളിയും കാണില്ല എൻ്റെ പൊന്നു വിജയകുമാറെ. അത് മുടക്കിയതിൻ്റെ മൂല്യം കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടിക്കൂടി വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ വസ്തുവിനും കെട്ടിടത്തിനുമൊക്കെ മൂല്യം കൂടിക്കൂടി വരുന്നതല്ലാതെ നിങ്ങൾക്കൊരു നഷ്ടവും വന്നിട്ടില്ല. എന്നാൽ ആയിരക്കണക്കിന് നിർമ്മാതാക്കൾ, ആയിരക്കണക്കിന്, ഈ 100 പേര് കോടീശ്വരന്മാരായി എന്ന് നിങ്ങൾ പറഞ്ഞാൽ പോലും ആയിരക്കണക്കിന് നിർമ്മാതാക്കൾ കയറിക്കിടക്കാടമില്ലാതെ അനാഥരായിപ്പോയ കഥയുള്ള നിർമ്മാതാക്കളാണ് എന്നുള്ള യാഥാർത്ഥ്യം വിജയകുമാറിനെ പോലുള്ളവർക്ക് ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പടം കളിക്കാതെ ഉള്ള ഒരു സമരവും ഞങ്ങൾ നടത്തില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ഫിയോക്ക് മലയാള സിനിമ കളിക്കാതെ സമരം നടത്തും എന്നത് തന്നെ ഈ സംഘടനയുടെ ഉദ്ദേശശുദ്ധി നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. നാളെ നമ്മുടെ വീട്ടിൽ എന്ത് വേണമെന്ന് നമ്മളല്ലേ തീരുമാനിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞല്ലോ ഫിയോക്ക് മുതലാളി പറയുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ മോൾക്ക് കാണാൻ ഞാൻ സോണി ബ്രാവിയ ടി വി വയ്ക്കും എന്ന് വിജയകുമാർ പറയണമെന്ന് വെച്ചു. എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടിക്ക് കാണാൻ ഞാൻ സോണിയുടെ ബ്രാവിയ വയ്ക്കും. പക്ഷേ അതിൻ്റെ പണം മോളുടെ ഭർത്താവിൻ്റെ അച്ഛൻ കൊടുക്കണം എന്ന് പറയരുത് വിജയകുമാറെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതൊരു ബാലിശമായ വർത്തമാനമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. 30 ലക്ഷം തിയേറ്റർ ഷെയറായി നിർമ്മാതാവിന് കിട്ടുമെങ്കിൽ 40 ലക്ഷം രൂപയോളം തിയേറ്റർ ഉടമയ്ക്ക് കിട്ടുന്ന ബിസിനസ്സിൽ പോരാ എന്ന് പറഞ്ഞ് ഇനിയും അപഹാസ്യരാകരുത് എന്നാണ് ഫിയോക്കിൻ്റെ തലവനായ വിജയകുമാറിനോട് എനിക്ക് പറയാനുള്ളത്. എനിക്ക് വിജയകുമാറിനോട് യാതൊരു വിരോധവുമില്ല. പക്ഷേ നിങ്ങൾക്ക് അധികാരം മത്ത് പിടിപ്പിച്ചിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ക്യാമറ കാണുമ്പോൾ പറയുന്ന വാചകമടികൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ശരീരഭാഷ കാണുമ്പോൾ, ഈ കോടികൾ മുടക്കി കടവും കാവലും വാങ്ങിച്ചെടുക്കുന്ന നിർമ്മാതാക്കളൊക്കെ നിങ്ങളുടെ തിയേറ്റർ മുതലാളിമാരുടെ വീട്ടുജോലിക്കാരാണെന്ന് തോന്നുന്നു നിങ്ങളുടെ വർത്തമാനം കേട്ടത്. അത് പാടില്ല വിജയകുമാർ. ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുമ്പോൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ പഠിക്കണം. അങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ പഠിക്കുന്നവരാണ് യഥാർത്ഥ സംഘടനാ നേതാക്കളെന്ന് ഞാൻ പറയും. ഇപ്പോൾ രഞ്ജിത്തിനെ പോലെ, സുരേഷ് കുമാറിനെ പോലെ, സാഗ അപ്പച്ചനെ പോലെ, ബി ഉണ്ണികൃഷ്ണനെ പോലെ, മരിച്ചുപോയ ഇന്നസെൻറ്റിനെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ മോഹൻലാലിനെ പോലെ സംഘടനയുടെ തലപ്പത്തിരിക്കുമ്പോൾ വിനയവും ലാളിത്യവും കാണിക്കാനും സംഘടനയെ ശക്തമായി മുന്നോട്ട് നയിക്കാനും കഴിയണം. അതിനു പകരം ധാർഷ്ട്യവും അഹങ്കാരവും വെച്ചിട്ട് സഹപ്രവർത്തകരായ സിനിമാക്കാരെ പുച്ഛിച്ചുകൊണ്ട് സംസാരിച്ച് എൻ്റെ വീട്ടിലെ കട്ടിൽ ഏത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും, എൻ്റെ വീട്ടിലെ കസേര ഞാൻ തീരുമാനിക്കാം. നിങ്ങളുടെ വീട്ടിലെ കട്ടിലും കസേരയൊക്കെ നിങ്ങൾ തീരുമാനിച്ചു. പക്ഷേ ഒരു തിയേറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന നിർമ്മാതാക്കളും ഈ പറയുന്ന ഫെഫ്കയുടെ ടെക്നീഷ്യന്മാരും അമ്മയിലെ ആർട്ടിസ്റ്റുകളും എല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ് നിങ്ങളെ തിയേറ്ററിൽ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തിയേറ്ററിനെ കുറിച്ച് സംസാരിക്കാനുള്ള അവകാശം അവർക്കുണ്ട് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
23-ാം തീയതി തുടങ്ങുന്ന നിങ്ങളുടെ സമരം നടക്കുമോ എന്ന് എനിക്കറിയില്ല. നടക്കുമെങ്കിൽ വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറയുന്ന പോലെ ഫിയോക്കിൻ്റെ അന്ത്യകൂദാശ നടക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രേക്ഷകരങ്ങനെ തീരുമാനിക്കുന്നേ. നിങ്ങളുടെ പുല്ല് തിയേറ്ററിൽ കയറി സിനിമ കാണില്ല എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? 100 വട്ടം ആലോചിക്കൂ. ഇനിയും 24 മണിക്കൂറിലധികം സമയമുണ്ട്. ഞങ്ങൾ അനുരഞ്ജന ചർച്ച നടത്തി ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് പതുക്കെ തല ഊര് വിജയകുമാറെ എന്ന് പറയാനുള്ളൂ. അല്ലെങ്കിൽ ഫിയോക്കിനെ ഡിയോക്കാക്കി മാറ്റണം ബി ഉണ്ണികൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വീണ്ടും ഞാൻ പറയുന്നു, വിജയകുമാറെ, നിങ്ങൾക്ക് വേണ്ടി കുഞ്ഞാലി മരക്കാരുടെ സമയത്ത് സംസാരിച്ച തിയേറ്ററും ഉടമകൾക്ക് വേണ്ടി സംസാരിച്ച ആൾ തന്നെയാണ് ഇത് പറയേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വയം വരുത്തി വയ്ക്കുന്നതാണ്. ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിവുണ്ടാകണം. നിങ്ങളിൽ നിന്ന് ന്യായമായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനുള്ള വലിയ മനസ്സ് നിങ്ങൾക്കുണ്ടാവണം. ഇല്ലെങ്കിൽ ലിബർട്ടി ബഷീറിനെ പോലുള്ളവരെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് ഫിയോക്കിനെ പൊളിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.